samastha sukhino bhavantu. Pranam Gaganvasiyo. It's another wonderful day here at the Bharat Space Station. We are now hovering at an altitude of 700 kilometers from the orbit, operating at an occupant capacity of 70%. Let's start the day by getting your patriotic juices flowing with a wonderful melody. Seluna, leave എന്തായി? നീ വേറെ ലീവാ. കാലിൽ ഇഡ്ഡലി കൂടെ സാമ്പാർ കൂടെ കഴിക്കില്ലേ? ലീവ് കഴിക്കുമ്പോ അത് സാമ്പാർ കഴിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഈ കിഴങ്ങും പരിപ്പിടാതെ എന്തെങ്കിലും സാധനം നമ്മൾക്ക് ഉണ്ടാക്കാൻ അറിയാമോ? ആമല്ലേ, നേരത്തെ മസാല ദോശ ഒന്ന് കൊടുത്തിയേ. കൊട്ടൂർമ വന്നിച്ചാ മര്യാദയ്ക്ക് സത്യം എത്ര നാളായെന്ന് അറിയണ്ട. ഞാനാണെങ്കിൽ ഒരു ഹരിപ്പാടിയാണ്. ഹരിപ്പാടാ? അതെന്താ പാടി? അത് പാടിപ്പില്ല. ഇല്ല, വെള്ളം ഇല്ലാണ്ട് കയറുന്നില്ലാണ്ട് ഒലിച്ചു പോയില്ലേ? ഓടരാടേ ഇത്ര ഡാൻലാ വണ്ടിച്ചില്ല. നീ മേലെ മിച്ചമാനെ. Attention cosmonaut Shiv Damodaran, we just received reports on heavy rainfall and cyclones in your native state of Kerala. All adjacent orders report for duty immediately. ജനങ്ങളെ പുറത്തിറങ്ങാൻ വോളണ്ടിയേഴ്സ് സഹായിക്കുക. നിത്യോപയോഗ സാധനങ്ങൾക്കും ആവശ്യങ്ങൾക്കായി അജയസേന കൗണ്ടറുകൾ നിങ്ങൾക്കായി തുറന്നിരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്വം. नमस्कार, आपको सलाह दी जाती है, कृपया करके रुकें और आगे बढ़ें. अब आप जल स्थल से सुरक्षित ऊंचाइयों की ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം അടുപ്പിച്ച മഴ ഇങ്ങനെ വരുന്നു. നാളെയും കൂടി ഇങ്ങനെ പെയ്തല്ലേ കേരളം വെള്ളത്തിൻ്റെ അടിയിലോ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഐലം ബ്രിഡ്ജ് ഫ്ലഡ് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ തോന്നുന്നു. പൂളന്മാർ മാസ്കും കിറ്റൊക്കെ മര്യാദ കയറ്റിയിട്ടാ. ഇത് ഏതാടാ വണ്ടി? ഇത് അയ്യോ സാറേ, ഇത് കാണാൻ ഒരു പഴയ വില്ലേജിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. വണ്ടി ഇലക്ട്രിക് തന്നെ സാർ. ഇതെന്താ LBC? ലേലോ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. വിക്ടർ സാറിൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ. ഇത് മറ്റേ പഴയ ആർമി? അതെ അതെ സാർ. ശരി പോയിക്കോ. ഡേ, നീ 3D പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന IBCയുടെ കാർഡുണ്ടല്ലോ, ഒരു ദിവസം അത് തൂക്കും കേട്ടോ. IBC അല്ലേ LBC. 4 വർഷം മുമ്പ് വണ്ടി പോകാത്ത വഴിയായിരുന്നു. പിന്നെ അജയസേനക്കാർ വന്നെല്ലാം വെട്ടി തിളയ്ക്കുന്നത്. കാര്യം പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ അവന്മാരുള്ളതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ ഒരു ധൈര്യമുണ്ട്. പുള്ളി ഈ വീട്ടിൽ നിന്ന് മറ്റേ അയൺ ബങ്കറിലോട്ട് മാറിയിട്ട് എത്ര കാലമായി? അധികമായിട്ടില്ല. അന്ന് ഐലൻഡ് മുങ്ങിയപ്പോൾ ബങ്കറിലോട്ട് മാറിയതാ. എയർലിഫ്റ്റ് ചെയ്യുമായിരുന്നു പുള്ളിയെ. എടാ, ഇത് ശരിക്കും ഫുൾ വിക്ടറിന്റെ ഐലൻഡ് തന്നെയാണോ? മറ്റേ എലീറ്റിസ്റ്റുകളുടെ കോളനിയെക്കാട്ടിലും കൊള്ളാം. പഴയ നാഷണൽ ഹീറോ ഒക്കെ അല്ലടി, സർക്കാർ പതിച്ചു കൊടുത്തായിരിക്കും. അല്ലല്ലേ, പണിയിരാത്ത ബിൽഡിങ്ങിൽ ആരെങ്കിലും ബങ്കറിട്ട് താമസിക്കും. ഗായ്ക്ക് കാട്ടി വന്ന് കിടക്കുന്ന വല്ല ആവശ്യമുണ്ട്? ഡേ, സാധനം എല്ലാം എടുത്ത് പുറത്തു വയ്ക്കാം, വാ. അടുത്തേക്ക് ഹലോ, കയറി വന്നാട്ടെ. നിങ്ങൾ മറ്റേ ബയോപിക് ഷൂട്ട് ചെയ്യാൻ വന്ന ആൾക്കാരില്ലേ? ബയോപിക് അല്ല സർ, ഡോക്യുമെന്ററി. പേര് വല്ലതായിരുന്നോ? ഇല്ല സർ, ഇത് ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടല്ലേ നമുക്ക് പേരൊക്കെ ഇടാൻ പറ്റും.
വിക്ടർ സാറിന്റെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും വിശദമായി അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പുള്ളിയുടെ ഒരു അടുത്ത ബന്ധുവാ. ഓ അത് ശരി. സാറിന്റെ പേര്? എന്റെ പേര് അലൻ. അലൻ. കഴിയുമെങ്കിൽ നമ്മളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ശ്രമിക്കാം സാർ, ശ്രമിക്കാം. ചേട്ടാ ലൈറ്റ് ഉണ്ടാവും? രാഘവ ലൈറ്റ്സ്. രാഘവ് ജി ലൈറ്റ്സ് പ്ലീസ്. ഓ ഇവിടെ എ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാഘവൻ മലയാളിയല്ലേ? ഈ എ ഒക്കെ സർക്കാർ നിരോധിച്ചേക്കല്ലേ? ആ സാറൊരു നാഷണൽ ഹീറോ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ആനുകൂല്യങ്ങളുടെ ഭാഗത്തിൽ പെടും. പിന്നെ ഈ രാഘവൻ എന്ന് പറയുന്നത് വിക്ടർ സാറിന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയറാണ്. അതെ, നിങ്ങളെല്ലാവരും നല്ല ഹൈലി സാനിറ്റൈസ്ഡ് ആണല്ലോ അല്ലേ? വിക്ടർ സാർ വൃത്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സർ, രാവിലെ തന്നെ അലനും പിന്നെ കണ്ടാൽ സാമൂഹ്യ വിരുദ്ധം തോന്നുന്ന 3-4 പേരും കടന്നു വരുന്നുണ്ട്. തുറക്കട്ടെ സാർ? ഓപ്പൺ ദി ഡോർ. കോപ്പി ദാറ്റ് വിക്ടർ ജി. പേടിക്കണ്ട. ഇല്ല സാർ, പേടിച്ചല്ല, ചവിട്ടിയാനെ. നിങ്ങളോടല്ല, പൂച്ചയോടാ. മോളെ ഭവാനി, ദൂരേക്കൊന്നും പൊയ്ക്കളയല്ലേ. വിക്ടർ സാർ, ഇവര് നമ്മളുടെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ വന്ന. ഓ, ഡോക്യുമെന്ററി. വരൂ വരൂ. ഒരു പെട്രോൾ ഹെഡ് റൈഡറൊക്കെ ആയിരുന്ന സാർ എന്താണ് ഇപ്പോൾ അധികം പുറത്തൊന്നും ഇറങ്ങാത്തത്? വെളിച്ചെണ്ണയുടെയും സ്വർണത്തിന്റെയും വിലയെ കടത്തിവെട്ടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വില വർധനം 2025-ലായിരുന്നു. ഗോൾഡിനും ലഹരി മരുന്നുകൾക്കും പകരം ആളുകൾ പെട്രോൾ സ്മഗിൾ ചെയ്യാൻ തുടങ്ങി. പെട്രോൾ തീരെ കിട്ടാനില്ലെങ്കിലും രാജ്യം അതിന്റെ പേരിൽ കത്തിയെരിഞ്ഞു. കരിഞ്ചന്തയിൽ ഇന്ധന വ്യാപാരം പൊടി പൊടിച്ചിരുന്ന സമയം അപ്പ സർക്കാരിനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. 2027 തോന്നുന്നു പെട്രോൾ വാഹനങ്ങൾ കൈവയ്ക്കുന്നതും പെട്രോൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചു. പകരം GPS വെച്ച ബാറ്ററി വാഹനങ്ങൾ കമ്പനികൾ പുറത്തിറക്കാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ സ്വകാര്യ യാത്രകളൊക്കെ മുടങ്ങി കിട്ടി. ഏത് സർക്കാരെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. വാച്ചിങ് സർവൈലൻസ് പിന്നെ നമ്മളെ ആ രാക്ഷസ രൂപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം പുറത്തു പോകാറില്ല. അതെ സർ, ഈ സർവൈലൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഏലിയൻ മെഗാ സ്ട്രക്ചർ കസോളിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ഗവൺമെന്റ് സർവൈലൻസ് ശക്തമാക്കിയത്. എനിക്കറിയാം, ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ. അതെ സർ, ശരിക്കും എൻ്റെയൊക്കെ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളും തകർന്ന ദിവസമായിരുന്നു. റിയലി? അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങൾ തകരേണ്ട കാര്യമുണ്ടോ കുഞ്ഞേ? അല്ല സർ, അതിപ്പോൾ നമ്മൾ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടല്ലേ നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കേണ്ടത്. മികച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു സർ. അന്ന് ഏലിയൻ ഹണ്ടർ വിക്ടർ കണ്ട ആ രാക്ഷസ രൂപങ്ങളെ പറ്റി ഒന്ന് പറയാമോ? ഞാനായിട്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തെയാണ് നിങ്ങളിപ്പോൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഉഗ്രരൂപിയായ ഒരു സത്വം, 16 അടി പൊക്കം, കണ്ടാൽ അറയ്ക്കുന്ന വികൃത രൂപം. നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ദേഹത്ത് സ്പർശിച്ചാൽ അയാളുടെ ജനനം മുതൽ ഇന്ന് വരെയുള്ള സർവ്വകാര്യങ്ങൾ അതിനറിയാൻ സാധിക്കും എന്നാണ് കേട്ടുകേൾവി. ഇവർ വന്നിറങ്ങിയ വിധമാണ് മറ്റൊരു കൗതുകം. ആകാശത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു പോർട്ടൽ, അതിൽ ഒരു ജാലകം. കാശ്മീരിൽ തുടങ്ങി പിന്നീട് ലോകത്തിന്റെ പലയിടങ്ങളിലും ഈ പ്രതിഭാസം കാണപ്പെട്ടു. ആദ്യമൊക്കെ ഭീതിയോടെയാണ് ആളുകൾ അതിനെ കണ്ടിരുന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അതൊരു വിനോദ വസ്തുവായി മാറി. കല്യാണം മുതൽ അടിയന്തരം വരെ ഈ പോർട്ടലിന്റെ താഴെ നടന്നു. ഏത് കച്ചവടക്കാർ അതിനടിയും. ചെറിയ പെട്ടിക്കട മുതൽ മാള് വരെ തുടങ്ങി. പോർട്ടലുകളെല്ലാം വഴിയെ നിശ്ചലമായെങ്കിലും ഏലിയൻസ് മൊത്തത്തിൽ ഇവിടുന്ന് പോയിട്ടില്ല. തല ഒന്നിന് 50 ലക്ഷം പോയിന്റ് വിലയുള്ള ഈ നരഭോജികളെ പിടിക്കാനും കൂടിയാണ് സർക്കാർ നൈറ്റ് കർഫ്യൂ തുടങ്ങിയത്. എന്നാലും നിങ്ങൾ പിള്ളേരെ സെറ്റിന് പുറത്തിറങ്ങി ഉല്ലസിക്കാതിരിക്കാൻ വയ്യ. പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. ഈ രാക്ഷസന്മാർ വന്നത് പിന്നെയാണ് ഇവിടുത്തെ ഉള്ള ക്രമസമാധാനവും തകർന്നത്. ലോകത്തെമ്പാടും പ്രക്ഷോഭവും കലാപവും. അതിനിടെ ഇവിടെ ഒരു ഡാമും പൊട്ടി. വെള്ളം പൊങ്ങിയപ്പോൾ പതിവ് പോലെ മലയാളി ഒരുമിച്ചു. അടുത്ത മാസം 3ാം ലോകമഹായുദ്ധം വരുന്നത് വരെ. രാഘവ, പ്ലേ ട്രഡീഷണൽ മ്യൂസിക്. നമസ്തേ. ഇന്ന് കേരളപ്പിറവി ദിനം. പണ്ടുകാലങ്ങളിൽ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനമായി ആചരിച്ചിരുന്നു. ഇത് എന്റെ സ്ലീപ്പ് പോഡ്. യുവത്വം തുളുമ്പുന്ന ഈ ചർമ്മത്തിന്റെ രഹസ്യം ഇതിലെ ഉറക്കമാണ്. ഇതുറങ്ങാനും കൊള്ളാം,
ചർമ്മത്തിനും അത്യുത്തമമാണ്. പൊല്യൂഷനൊന്നുമില്ല. ഇതിൻ്റെ പുതിയ മോഡൽസൊക്കെ വന്നിട്ടുണ്ട്. അതല്പം കൂടി ചെറുതാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് റീസെയിൽ വാല്യൂ കൂടുതലായിട്ട് ഞാൻ കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ അതിപുരാതന കലാരൂപമായ കഥകളി അന്യം നിന്ന് പോകരുതല്ലോ എന്ന് കരുതി ഞാനും ഒരു 6 മാസം അഭ്യസിച്ചു. യങ് ജനറേഷൻ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കരുതി. പക്ഷെ ആർക്കും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഔട്ട് ഓഫ് ടച്ചാ. പ്രാക്ടീസ് ഇല്ലല്ലോ. എലിഫന്റ് ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആയിരുന്ന കാലത്ത് അതിനെ അണിയിച്ചിരുന്ന ഒരു അലങ്കാര വസ്തുവാണ് നോൺ ആസ് നെറ്റിപ്പക്ഷ്. ഇത് പിന്നെ അറിയാമല്ലോ, നിത്യജീവിതത്തിൽ മലയാളിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ട്യൂണാണ്. രാഘവന് ഇടയായിട്ട് വളരെ സെൻസിറ്റീവാണ്. ചുമ്മാ അങ്ങനെ അറടിക്കുക. പെയിന്റിങ് എൻ്റെ ഒരു കമ്പമാണ്. ആർമിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇതാണ് എൻ്റെ മെയിൻ ഹോബി. ഈ ഫൈൻ ആർട്ട് പെയിന്റിംഗ് ആണ് എനിക്കിഷ്ടം. എക്സ്ക്യൂസ് മീ. അതിൽ തന്നെ ഈ ന്യൂഡ് ആർട്ടിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മോഡൽസാണ്. ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കും. ഇപ്പം ഞാൻ വരപ്പ് നിർത്തിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇനി തുടങ്ങണം. അതിന് പറ്റിയൊരു മോഡലിനെ അന്വേഷിച്ച് നടക്കാൻ. പക്ഷെ കലയെന്നാൽ എനിക്കെൻ്റെ ഭാര്യ ശ്രീകല ഭട്ടായിരുന്നു. അവളുടെ വിയോഗത്തിലുണ്ടായ ഡിപ്രഷനിൽ നിന്നും ഞാൻ ഇന്നും കര കയറിയിട്ടില്ല. കലയുടെ വലിയ ആഗ്രഹമായിരുന്നു ചന്ദ്രനിലിരുന്ന് സൂര്യാസ്തമയം കാണാൻ. ഇനി ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ടോളാം. സാർ, ഒരു ഏലിയൻ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ സത്യം പറയാൻ മനസ്സിൽ കണ്ടത്. നോവിക്കാതെ അടർത്തും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി സാർ ആളൊരു നേച്ചർ ലവറും ഒരു സോഫ്റ്റൊക്കെയാണെന്ന്. അതൊക്കെ ശരിയാണ്. എങ്കിൽ ഈ പച്ച പുതച്ച പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കേരളത്തിൽ കിടന്ന് ചാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ചന്ദ്രനിലെത്തിയാൽ മതി എനിക്ക്. ഹരിയോം 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 ഹരിയോം. ഡെയിലി വെളുപ്പാങ്കാലത്ത് വിക്ടർ സാറിന്റെ വക കസർത്തുള്ളത് കൊണ്ട് നേരത്തെ എഴുന്നേക്കണം. പുള്ളി ഇതൊക്കെ എന്നോ നെറ്റ് നോക്കി പഠിച്ചേ. എന്നിട്ട് നമ്മളോട് ഈ ഷോ. ചില സ്പെഷ്യൽ ഡേയ്സിൽ ഞങ്ങൾ ചില കൾച്ചറൽ പ്രോഗ്രാമിൽ ഏർപ്പെടാറുണ്ട്. കളരിപ്പയറ്റ്, വേലകളി, തുമ്പിത്തുള്ളൽ, എക്സെട്രാ എക്സെട്രാ. കളരിപ്പയറ്റിൽ എൻ്റെ ചില മൂവ്സ് നാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാറല്ല, വിക്ടർ ഗുരുക്കൾ. എനിക്ക് ഈ 2 അലവലാദികളും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ 2 അവന്മാരും അത്യാവശ്യം ജോലി ചെയ്യുന്നുള്ളതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ നിർത്തിയേക്കുന്നേ. അതിലൊരുത്തൻ, ആ തടിയനുണ്ട്, അവൻ എൻ്റെ ഒരു അകന്ത ബന്ധുവായിട്ട് വരും. അതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാ അവനിടയ്ക്ക് പേരപ്പാ പേരപ്പാന്ന് വിളിക്കുന്നത്. എൻ്റെ യൗവനത്തെ ബഹുമാനിക്കാത്ത തെണ്ടി. എന്നാൽ ഈ പേരപ്പൻ അല്ല സാറ് കളരി പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞ് ഇതൊരു കഷ്ടമാണെന്നറിയും. വല്ല ക്രിക്കറ്റും കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉടനെ തുടങ്ങും അകണ്ട ഭാരത സംസ്കാരം. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻഡോ പേഴ്സൺ ആണ്. ബേസിക്കലി ഐ എം എ വിന്റേജ് സിനിഫൈ. സി, ഈ തണുത്ത വെളുപ്പംകാലത്ത് ഇരകൾ, സ്ഫടികം, പിന്നെ യുനോ കോൺട്രവേഴ്ഷ്യൽ യെറ്റ് ക്ലാസിക്. കാര്യം ഇതൊക്കെ ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു എണ്ണയില്ല. അതിൻ്റെ വിഷമം, ഡിപ്രഷൻ എല്ലാം എനിക്കുണ്ട്. എല്ലാവർക്കും സെറ്റാവും, എനിക്ക് മാത്രം സെറ്റാവില്ല. പക്ഷെ ഞാൻ അതിൻ്റെ വിഷമം എല്ലാം അങ്ങ് ജോലി ചെയ്ത് തീർക്കും. ഹലോ, ഹേ സുരേഷ്, താങ്കൾ മാസ്ക് ധരിക്കുന്നില്ലേ? എനിക്ക് വെച്ചിട്ട് ശ്വാസം മുട്ടുന്നു. അയ്യോ, അങ്ങനെ പറയരുത്. കേന്ദ്ര സർക്കാർ നമുക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന മുഖോലോ ദിൽഖോലോ പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറൻ വനാന്തരങ്ങൾ. ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഇതെൻ്റെ ബ്ലോഗാണ്. ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത പോസ്റ്റേഴ്സാണ്. ഇത് താഴ്വാരം, പഴയൊരു കൾ ചിത്രമായിരുന്നു. കാലം തെറ്റി പറന്നുപോയൊരു യമകൾ ചിത്രം. വീണ്ടും ലിസ ചേച്ചിയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് ഒരുപാട് പേർക്ക് മാനസിക സുഖം
ലഭിച്ചിരുന്ന ഇവരുടെ അടുത്തുനിന്ന്. She's my Rexy and she's sexy. പുറത്തെപ്പോഴെങ്കിലും ഇറങ്ങുന്ന വീക്കെൻഡ്സിലാണ്. പഴയ 71 മെട്രോത്തോണിലെ റെട്രോ ബാറിലാണ് സ്ഥിരം ഹാങ് ഔട്ട് ചെയ്യുക. JSNക്കാരുള്ളത് കൊണ്ട് ഇപ്പോൾ നൈറ്റ് സോഷ്യലൈസിംഗ് ഒക്കെ സേഫാണ്. Very rare bird. Extinct ആയെന്ന് തോന്നുന്നു. Almighty Jesus and Hanuman Swami. Amen. സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിനഗ്നികോണിൽ കാറ്റുറഞ്ഞു തീചേറ്റുന്ന നഗ്നമാം ദുസ്സർഗ കാമമില്ല. നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുന്ന ഞാൻ. ഗുഡ് മോർണിംഗ് കൊച്ചാട്ടാ. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം? എന്ത് പ്രോഗ്രാംസ് വിക്ടർ ജി? ഇല്ല, എന്തെങ്കിലും പ്രോഗ്രാംസ് കാണില്ലേ? ഏയ്, ഒരു പ്രോഗ്രാമും ഇന്ന് അസൈൻ ചെയ്തിട്ടില്ല. രാഘവ, നീ ഇന്നലെ എന്നെ പ്രഷറിന്റെ ഗുളിക കഴിക്കാൻ ഓർമ്മിപ്പിച്ചില്ലല്ലോ? ഓർമ്മിപ്പിച്ചല്ലോ, കൊച്ചാട്ടൻ കഴിക്കുകയും ചെയ്തു. ആര് പറഞ്ഞു? കൊച്ചാട്ടൻ കഴിച്ചെന്നേ. എന്നും ഗുളിക കഴിക്കുന്ന ഞാൻ മറന്നുപോയെന്നാണോ നീ പറയുന്നത്? നീ എന്നെ ചോദ്യം ചെയ്യാറായോ? അയ്യോ, അങ്ങനല്ലേ ജി. നീ ഇടയായിട്ട് കുറച്ച് റബലാവുന്നുണ്ട്. കണ്ടോ കൊച്ചാട്ടൻ കഴിക്കുന്നത്? ഗുളിക കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറഞ്ഞാൽ പോരെ, വെറുതെ വീഡിയോ എടുത്ത് നാണം കെടുത്തണം. എന്താ മോനെ? വൈബ്, സ്വയം വൈബ് എന്ന് വിശേഷിപ്പിക്കും. സാറിന്റെ അർത്ഥം കുക്ക. 1 വർഷം മുമ്പ് ഞാനായിട്ട് അഭയം കൊടുത്തു. വേറെ സ്ഥലത്ത് people call me vibe. Roses are red and white. I work as a creative contributor. എടാ സൈഡിൽ കുറച്ച് കണിക്കോ നോക്ക്. ക്രിയേറ്റീവ് അല്ല അലമ്പല്ലേ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈഫിന്റെ പീക്കിൽ നിന്നിരുന്ന ഹൗസ് ഹോൾഡ് നെയിം ആയിരുന്നു. പാർട്ടീസ്, ഹാങ് ഓവേഴ്സ്, ക്ലബ്സ്, അങ്ങനെ ലൈഫിങ്ങനെ ജിൽ 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 എന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിച്ചു, ഗവൺമെന്റ് ഇന്റർനെറ്റ് നിരോധിച്ചു. ഞാൻ പെട്ടുപോയി. യു നോ, ഐ വാസ് ഡിപ്രസ്ഡ്. Still I meet a lot of people. Flings, freaks,
ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസിങ് അപ്പോൾ തന്നെ ബാറിലോട്ട് മാറ്റി. ഈ വിക്ടറിനൊക്കെ രാവിലെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ഞാനാ. അലങ്കുട്ടനെ എന്നെ ഇവിടെ കൊണ്ടുവന്നേ. പക്ഷെ അവന്റെ ചില നേരത്തെ കൊണയുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല. എന്താ മോനെ? നേരം വിളിച്ചല്ലേ അന്ന? ആരായാലും ഈ ഇരുട്ടത്തിരുന്നുള്ള കട്ടുതീറ്റ അധികം കാലം ഉണ്ടാകും. പതിവ് പോലെ ഇന്നലെ പോയിട്ട് ഒന്നും ഒത്തില്ലല്ലോടാ. Come, Mercy, I'll show you my graffiti. I have some plans with you there. ഞാൻ ബാറിൽ പോകുന്നത് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ലേഡീസ്, എനിക്ക് വിളക്കാൻ അറിയാനിട്ടല്ല, അറിയാലോ ഈ വിക്ടർ സാർ ഞാനും ഒക്കെ ഇതിന്റെ ആൾക്കാരാ. ഇതൊന്നും ശരിയല്ലോ. എന്ത് ശരിയല്ല? അല്ല, ഈ ഗസ്റ്റിനെ കൊണ്ട് മകളോട്ട് പോകുന്നത്. ഓ, നമ്മുടെ ഹൗസ് റൂൾസ് പ്രകാരം ഇതൊന്നും അനുവദിക്കുന്നില്ലല്ലേ? Shall I remind you something? Daisy is not my guest. She is my babe. And a wife attracts her tribe. എന്തൊക്കെ പറഞ്ഞാലും മേളോട്ട് ആരും പോകത്തില്ല. Daisy നടത്തോളൂ. I'll join in a minute. അപമാനിക്കല്ലേ man. I can't take the sugar vibes right now. അതെ, my vibes are ഊള. ഊളയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നീ തന്നെ പറഞ്ഞു. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെന്താ നിന്റെ പ്രശ്നം? Why are you bringing in chicks, man? So what? You're getting നയനസുഖം man. നയനസുഖം. നിന്റെ മറ്റേ ബോണി തന്ന സുഖം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. Which Bonnie man? ഓ, നിനക്ക് ഓർമ്മ കാണില്ല. I think we are soulmates. And Alan, I think we should die together. എന്തു വെച്ചാ? നമുക്ക് ഞെർമൂർച്ചാലോ? Yo, cool baby, cool. Baby, എന്റെ അമ്മയുടെ പേരാണ്. My name is Bonnie. Cool Bonnie. അല്ല, ഞാൻ മുറിച്ചതേ. ഞാൻ വേദനിക്കില്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ വിശ്വസിച്ചു പോയടാ ഇവളെന്റെ സോൾമേറ്റ് ആണ്. Yeah, I remember she was wild. രാഘവ, എവളേതാ? ഇതുവരെ കണ്ടിട്ടില്ലാത്താണല്ലോ. അവന്മാരെന്തെടുക്കുക? ചില്ലിങ് പിള്ളേര് വേറെ മൂഡിലാണ് ജി. അങ്ങനെ പിള്ളേർ സെറ്റ് മാത്രം ചില്ല് ചെയ്താ പോരല്ലോ. നോക്കി നിൽക്കാതെ പച്ച ഷോൾ ഇട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുവാ. രാഘവ, ഇന്നലെ രാത്രി നിന്റെ ബഹുമാനത്തിന്റെ സെറ്റിങ് അല്പം കുറച്ചായിരുന്നു. അത് പിന്നെ അടിസ്ഥാനപരമായി താനൊരു സോഷ്യലിസ്റ്റ് ആണെന്നും നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയാണെന്നും ഒക്കെ പറഞ്ഞ് ഇയാളെന്റെ ബഹുമാനത്തിന്റെ സെറ്റിങ് ഒരു 50% ആക്കിയായിരുന്നു. എന്നാ ഒരു 95 ആക്കിക്കോ. അത്രയും വേണ്ട, ഒരു 75 പോരട്ടെ. ശരി കൊച്ചേട്ടാ. ഇത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് നാസയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചൊരു സോഫ്റ്റ്വെയർ. സത്യമായിട്ടും ഉളുവൊന്നും അല്ലെന്നേ. ഒരു കൊട്ടാരക്കരക്കാരൻ മലയാളി കണ്ടുപിടിച്ചതാ. അമേരിക്കക്കാരൻ ആദ്യമായിട്ട് ചൊവ്വയെ പോയപ്പോ യാത്രക്കാരെ സഹായിച്ചതൊക്കെ ഇവനാ. അന്ന് ഇവന്റെ പേര് സ്റ്റീവ് എന്നോ മറ്റോ ആയിരുന്നു. പിന്നെ നാസ പൂട്ടുന്ന സമയത്ത് ശമ്പളമൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. കൈ കിട്ടിയെല്ലാം വാരിക്കൊണ്ട് നമ്മുടെ കൊട്ടാരക്കരക്കാരനെങ്കിൽ പോകും. ഒരു ദിവസം ഇവിടെ ചീട്ട് കളിക്കാൻ വന്നപ്പോൾ പുള്ളി 5 തവണ കഴുതയായി. ഡോങ്കി തോറ്റപ്പോ കയ്യിലുള്ളതെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. നമുക്ക് പിന്നെ ഈ തിളക്കത്തിലും തൂക്കത്തിലും ഒന്നും താല്പര്യമില്ലല്ലോ. പക്ഷേ കൂട്ടത്തിൽ ഇവൻ എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ ഞാനേ ഇവനെ രാഘവൻ എന്ന് പേരിട്ട് എന്റെ സിസ്റ്റത്തിലങ്ങ് കയറ്റി. കിടക്കാനൊരു സ്ഥലവും 3 നേരത്തെ ആഹാരം കൊടുക്കണ്ടല്ലോ. മനുഷ്യനെക്കാളും ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ രാഘവനുണ്ട്. രാഘവ, നിന്റെ സത്യസന്ധതയുടെ സെറ്റിംഗ് എത്ര എന്നാ പറ. മുതലാളിയെ കുറിച്ച് എന്താ അഭിപ്രായം? വിക്ടർ ജി നന്മയുടെ നെറുകിടമാണ്. കാലമേ, ഇനി പിറക്കുമോ ഇതുപോലൊരു പ്രതിഭാസം? ഇതെങ്ങനുണ്ട്? വേണ്ട. കുട്ടി ചെറിയ കിഴ ഇരുന്നോളൂ. ചെറിയ ഭ്രാന്തുള്ള കാരണം കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തിയെ കൊണ്ടുവന്ന ആ മുതുക്കിന്റെ ഒരു തൊലിഞ്ഞ ചോദ്യമുണ്ട്. കുട്ടിയുടെ പേര് ഡെയ്സി അല്ലേ? കുട്ടിക്ക് കളരി അറിയുമോ? പതുക്കെ കഴിക്കണ്ടേ? ഈ കമ്മ്യൂണിറ്റി ഡൈനിങ് എനിക്ക് മസ്റ്റാ.
ആളുകൾ ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഓ, ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നും ഒരു സോഷ്യലിസ്റ്റാണ്. ഇതെല്ലാം കണ്ടോണ്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒരു ഒറ്റത്തടിയാ. അത് നിങ്ങൾ ആലോചിക്കണം. ഒരുത്തൻ ജിക്സിനെ കൊണ്ടുവരും, മറ്റേ ആള് ന്യൂഡ് വരയ്ക്കും, വീണ്ടും ജിക്സിനെ കൊണ്ടുവരും, ന്യൂഡ് വരയ്ക്കും. ഇതിന്റെയൊക്കെ മൂസാക്ഷിയായി ഞാൻ. ശ്രദ്ധിക്കൂ സഹോദരി, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല കേട്ടോ. താങ്കളെ പോലെയുള്ള സ്ത്രീകൾ അസമയത്ത് കറങ്ങുന്നത് തെറ്റായ ഒരു കാര്യമല്ലേ? സോറി ചേട്ടാ, തെറ്റ് എന്റെ ഭാഗത്താണ്. ഇറ്റ്സ് ഓക്കെ. ഇത് 2030-കളല്ലേ. സ്ത്രീകൾക്ക് തെറ്റുപറ്റിയാലും അത് നിസ്സാരമായി കാണുന്ന മോഡേൺ പുരുഷനാണ് ഞാൻ. പെൺകുട്ടിയുടെ മാനം ഏതൊരു പുരുഷന്റെയും ഉത്തരവാദിത്തമാണ്. കുട്ടിയുടെ മാസ്കിന്റെ വള്ളി പുറത്ത് കാണാൻ കേട്ടോ. ക്ഷമിക്കണം. Wow, amazing, marvelous. What a piece of an art, sir. The aesthetics, the beauty of it. തന്മയത്വം നിറഞ്ഞു തുളുമ്പുകയാണ്. സാറത് ഞങ്ങളെ എല്ലാ ആഴ്ചയും ഒരു തവണയെങ്കിലും കാണിക്കും. പക്ഷെ ഉള്ളത് പറയണമല്ലോ. ഞാൻ പറയും ബെസ്റ്റ് അടിപൊളിയാന്നൊക്കെ. കാരണം സാറ് ഞങ്ങൾക്ക് ഗീഫ് ഉണ്ടാക്കി തരും. രാഘവ, ലൈറ്റ്സ്. ഗീഫ്. ഗീഫ്. എനിക്ക് Give me some sunshine. ബീഫിന്റെ പേരിലുള്ള കലാപത്തില് പണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ബീഫ് ബാൻ നിലവിൽ വരുന്നത്. ഈ സാധനം സ്കോർ ചെയ്യാൻ പോകുമ്പോഴുള്ള റിസ്ക് എൻ്റെ അമ്മോ. ഏതേലും അടുക്കളയിൽ ഇതുണ്ടാക്കിയ മണം പിടിക്കുന്ന മെഷീൻ വരെ കണ്ടുപിടിച്ചു. അങ്ങനെ ദിനം പ്രതി കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. പൊളിച്ചിരുന്നത് വായിച്ചോണ്ടിരുന്നവന്മാരെ അവന്മാര് പോയി. We all were very frustrated and the vibe was very, very low. അങ്ങനെ നാട്ടുകാരുടെ റിക്വസ്റ്റ് കണക്കിലെടുത്ത് ഗവൺമെന്റ് ഗീഫ് ഇറക്കി. ഈ ബ്രോയിലർ ചിക്കനൊക്കെ പോലെ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷനുള്ള ഒരു ജീവിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഹൈബ്രിഡ് ഓഫ് ഗോട്ട് ആൻഡ് ഡോഗ്. ഒടുക്കത്തെ ടേസ്റ്റാ, പക്ഷെ വാങ്ങാൻ കുറെ പോയിന്റ്സ് ചിലവാകും. Somebody at the door. Oh shit! Oh my god! ആരും ഇല്ല ഇവിടെ. തിന്നാൻ വല്ലതും ഉണ്ടോ നോക്ക്. ആ അവിടെ നോക്കി. എന്തുവാടെ ഇമ്മരും തിന്നാറില്ല. ഇനിയിപ്പോ ക്യാൻറ്റീനിൽ പോയി കഴിക്കേണ്ടി വരും. അയ്യോ എപ്പോ വന്നേ സാർ? ടീ കാഫി ലെലോ പാൽ വെള്ളം മിൽക്ക് ഷേക്ക് പ്രോട്ടീൻ ഷേക്ക് ഏതാ കിട്ടുമാ സാർ? ഭവ്യത കുറച്ച് കൂടുതലാണല്ലോടാ. ക്യാ സാർ യഹാ കുച്ച് പ്രോബ്ലം ഹൈ ക്യാ? ഒരു സ്ട്രോങ് ചായ, മധുരം കുറച്ച്. ആ അവളോ തന്നെ തൽക്കാലം മതി. ഒരു മീഡിയം മധുരം കൂട്ടി. ഓ ഹോ ജായേഗാ ഭായി. വിട് സാർ, അവിടെ പോയാലല്ലേ എടുക്കാൻ പറ്റൂ. പെട്ടെന്നായിക്കോട്ടെ സാർ. ഉക്കാറുങ്ക സാർ. എല്ലാ വീടിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് കീയും കൊണ്ട് ഇവന്മാരുടെ നടപ്പ്. പ്രശ്നക്കാരാ. നിന്നെ തന്നെ വാ. ചായ ആയില്ലേ? ആയി സാർ. കൊടുക്കടാ. നിനക്ക് വേണോ? സോഡ സാപ്പിട് സാർ. അയ്യോ മോശമാ പാക്കുറാങ്കളെ. ഈ ഐലൻഡിൽ താമസിക്കുന്ന വിക്ടർ സാറല്ലേ? അങ്ങനെ കുറെ നാളുടെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ ഫോഴ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സമീപിക്കാറുള്ള പുള്ളി തന്നെ. ഹായ് അല്ലേ? പിന്നെ വെറുതെ ഒന്നുമല്ല, അതിന് പ്രത്യേകപരമായിട്ട് ആ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലുള്ള അയാളുടെ എർത്തുകളുടെയും സ്ഥിര താമസം ഉണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടില്ലെന്ന് എടുത്തു. സാറെന്ന് വിളിക്കുമേ. ഓ സോറി, വിക്ടർ സാർ. ഈ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന കുറേ പേരുടെ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും 5% കുറവാണ് നമ്മൾ വിക്ടർ സാറിൽ നിന്ന് മേടിക്കുന്നത്. ഈസി ആയിട്ട് ഞങ്ങളുടെ ഈ ഫോഴ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. വളരെ എളുപ്പമാണ്. അങ്ങനെ വളരെ എളുപ്പമൊന്നും ആർക്കും ജോയിൻ ചെയ്യാകത്തില്ല. കുടുംബത്തിൽ പറക്കണം, അത് നല്ല കുടുംബത്തിൽ. ദേ ഞങ്ങൾ നോക്കിക്കേ, ആ ഒരു ലുക്കില്ലേ? യുനോ, ഏത് സമയവും എവിടെ വേണേലും കയറി ചെല്ലാം. യെസ്, ആൻഡ് അൾട്ടിമേറ്റ് ആക്സസ് ടു എവരിവൺസ് പ്രൈവസി. യെസ്. ഇപ്പൊ വരെയൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്നാ എൻ്റെ ഒരു പടം വരച്ചേ.
ഇപ്പൊ വേണോ? ആ, എന്താ മൂടില്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി വന്ന് കയറിയിരിക്കുന്നു. ശല്യം. വെരി ഗുഡ്. പ്രാദേശികവാസികൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും അകലം പാലിക്കേണ്ടതാണ്. മഴ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ഡിപ്രഷനാ. ഡിപ്രഷൻ്റെ മുകളിൽ ഡിപ്രഷൻ. വൈബിനും എനിക്കും മഴയെന്ന് പറഞ്ഞാൽ ട്രോമ. പക്ഷേ സാറിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പുള്ളി ഈ ടി വിയിൽ സൺറൈസും സൺസെറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. വേറിപ്പം മുകളിലത്തെ നിലയിലാണല്ലോ, സേഫ് അല്ലേ? Water level has steadily declined. Congratulations, you have entered the orange zone. സാർ ചായ. തുണികൾ കഴുകി, ടാങ്ക് നിറച്ച് വെള്ളം, തറ തുടയ്ക്കാം, കക്കൂസ് കഴുകിയേക്കാവേ. ഗുഡ് ബോയ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടിക്ക് പോവേ. നീ തീർന്ന് എടാ നാറി. എവിടെയാടാ എന്റെ റിമോട്ട്? എന്റെ അമ്മോ. Main door open. 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 ബങ്കറിന്റെ വാതിൽ തുറന്നിടരുതെന്ന് യുവമാരോട് പല തവണ പറഞ്ഞിട്ടുണ്ട്. വൈഭവ്, അല്ല അയ്യോ എടാ, എന്തുവാ വഴി വന്ന് കിടക്കുന്ന മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? എടാ വൈഭവേ, വൈഭവേടാ എഴുന്നേക്കടാ. അയ്യോ അയ്യോ ചോര. വൈഭവേ, എടാ മോനെ, എടാ എഴുന്നേക്കടാ. നിനക്ക് എന്ത് പറ്റിയടാ? വെച്ചപ്പാ ടൊമാറ്റോ സോസ് ഒന്ന് പിറ്റാവുന്നവനൊക്കെ എവിടെ ഉള്ളവനടാ ഇവനൊക്കെ? ഏടാ, യവന്റെ കൂടെ ചില ചിക്സൊക്കെ കാണുന്നതാണല്ലോ, മറ്റവനെയും കാണുന്നില്ലല്ലോ. അലനെ, അലൻ, അലൻ, ഡാ വാ, ഫീസ് കെട്ടാം. അലനെ, അലൻ.
പേരപ്പാ അയ്യോ നീ ആയിരുന്നോടാ. എടാ മുകളിലൊരു സാധനം മനുഷ്യനാ, പക്ഷെ മനുഷ്യനല്ല. നീ ഒരു പിന്നായം പോലെ കണ്ടുള്ളൂ. ഉത്തരത്തിലായിരിക്കുന്നേ. നീ ഒന്ന് വാ, നീ മുമ്പേ നടക്ക്. ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് പുറകെ. ഞാൻ എന്താ ഇവിടെ കണ്ടേ? എവിടെ? അവിടെ ഒന്നും ഇല്ലല്ലോ. പേരപ്പനല്ലേ പറഞ്ഞ ഉത്തരത്തിയിരിക്കുക. പേടിക്കണ്ട, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സത്യമായിട്ട് കണ്ടതാ. കുന്തം ഓരോ പ്രേതനോലും വായിച്ച് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അയ്യോ എന്റെ ഭവാനി, എന്റെ പൂച്ച താഴോട്ട് കണ്ട് പോയെന്നാ തോന്നുന്നേ. നീ ഒന്ന് നോക്ക്. നീ മുമ്പേ ഞാൻ പറയാം. ഈ കറണ്ട് പോകുമ്പോ മാത്രം പേരപ്പന് പാസത്തോട് പാസം ചത്ത. പേരപ്പോ ഇങ്ങ് വന്നേ. ഇവളാണോ പേരപ്പം പറഞ്ഞ അന്യഗ്രഹ ജീവി? ഇതൊരു സുന്ദരി കൊച്ചല്ലേ? എന്റെ ഭവാനിയുടെ പൂട. അവൾ എന്റെ പൂച്ചയെ തിന്നു. ഭവാനി പാവമായിരുന്നു. ഒരു പെൺപൂച്ചയായിരുന്നെങ്കിലും അതിന്റെ ഒരു അഹങ്കാരവും അവക്കുണ്ടായിരുന്നില്ല. ആദ്യം സരസ്വതി, ദേവകിയമ്മ, വത്സല, ഇപ്പൊ ഭവാനി. ഈ വീട്ടിൽ പെൺപൂച്ച വാഴില്ലെന്നാ തോന്നുന്നത്. ഇവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. ഇറക്കി വിട. അല്പം മനസ്സാക്ഷി ഇല്ല, ലവലേശമില്ല. ഹായ്. ഹലോ. ഇതാരാ? ഇവന്റെ പെങ്ങളാ. സാറിന്റെ മകളാ. ഇവന് പെങ്ങളെ പോലെയും എനിക്ക് മകളെ പോലെയുമുള്ള ഇവന്റെ അപ്പച്ചിയുടെ മകൾ. എന്തോ പേര്? സുമ. ലത. സുമലത. സുമലതയോടെ എങ്ങോട്ടാ രാത്രിയിൽ? ഒന്ന് നാട് വരെ. ഇവളുടെ അമ്മ ശാരദയ്ക്ക് ഫിറ്റ്സിന്റെ അസ്കതയുണ്ട്. ഇവിടെ മറ്റേ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അലർട്ട് ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അന്യഗ്രഹ ഫിക്സ്, അതും രണ്ടും മുഴുത്തത്. എന്നാലും സാറേ, ഈ സമയത്ത് ഈ സുമലതയും കൊണ്ട് പോകുന്ന ആ മനസ്സ് ഡാർക്ക്. അത് ഇവന്റെ അപ്പച്ചിയുടെ ഫിറ്റ്സ്. നാളെ തൊട്ട് കർഫ്യൂ നേരത്തെയാ. ആരും പുറത്തിറങ്ങണ്ട. തൽക്കാലം സുമലതയും കൊണ്ട് അകത്തിരുന്നാ മതി. അല്ലെങ്കിൽ ലതയുടെ തല കാണില്ല. ബൈ ദ ബൈ, ഒരു 3000 പോയിന്റ്സ് ഉണ്ടാവോ എടുക്കാൻ? ഉണ്ടല്ലോ, തരാം. എന്നാ പിന്നെ റൗണ്ടായിട്ട് ഒരു 3500 ആയിക്കോട്ടെ അല്ലേ? ഓക്കെ, കിട്ടി ബോധിച്ചു. അപ്പം പോകട്ടെ. ആയിക്കോട്ടെ. ശരിയെങ്കിൽ ബൈ. വിട്ടോ. അവന്മാർക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഇനി എന്തോ ചെയ്യും? ഈ സാധനത്തിന് എവിടുന്ന് പുറത്താക്കണ്ടേ? പേരപ്പൻ കേട്ടതല്ലേ? ഇതിനെ പുറത്തു വെച്ച് പിടിച്ചിട്ട് പേരപ്പന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്തുവാ? അല്ല, ഇവളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അന്യഗ്രഹ ജീവിയാന്ന് പറയൂ. പിന്നെ ഏത് ഗ്രഹത്തിൽ നിന്നാന്ന് പറയും? നമുക്ക് തൽക്കാലം ഇവളെ ഈ ഗ്രഹത്തിലെ ഒരാളെ കണ്ടൂടെ? നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം ഈ കർഫ്യൂ തീരുന്നവർ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് നിന്റെ മുറിയിലിട്ട് പൂട്ടണം. എന്നാ പെട്ടെന്നായിക്കോട്ടെ. എന്നിട്ട് ഒരാഴ്ചത്തേക്കുള്ള സാധനം പോയി വാങ്ങിച്ചോണ്ട് വരണം. ആലവലാതിരെ ബൈക്ക് എടുത്തോളൂ. സുന്ദരി ഉഗ്രരൂപിയായ ഒരു സത്വം, അതായിരുന്നു പേരപ്പൻ പറഞ്ഞു തന്ന ഏലിയന്റെ രൂപം. പക്ഷേ ഈ ഇരുന്ന് കാറ്റ് ഫുഡ് തിന്നുന്ന സാധനത്തിനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. കണ്ണു നോക്കിയാൽ ചോര തുപ്പി ചാവും, തല ഇറങ്ങി വീഴും. അങ്ങനെ എന്തെല്ലാം കഥകൾ. ഇവളെ കണ്ടാലേ അറിയത്തില്ലേ ഏതോ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടിയാണെന്ന്. വല്ല അത്യാവശ്യത്തിന് ഇവിടം വരെ വന്ന് വണ്ടി കിട്ടാതെ പെട്ടുപോയതായിരിക്കും. 5 ദിവസത്തേക്കുള്ള എല്ലാം ഉണ്ട്.
Lalo, made from the finest of beef meat. Lalo, guaranteed to make your mouth juicy and wet. Lalo beef. Oh yeah, Lalo. Sabko Lalo. Hey, nice. Seems like you guys were vibing a lot yesterday, huh? Wake up, man. സാർ ചായ. സാറിന് വേണ്ടി ഞാനൊരു ഫൈൻ ആർട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറ് വരണം. ആ വരണം സാർ. ശരി. എൻ്റെ കഥ ബ്രേക്ക്ഫാസ്റ്റോ? എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമോ? മടിച്ചേക്കാതെ കടന്നു വരണം സാർ. സാറിനറിയാലോ ഏർലി മോർണിംഗ് വൈബ്സ്. അതും മ്യൂസിക്കും കൂടെ ആയപ്പം ഞാൻ കയറി കുക്ക് ചെയ്തു. യുനോ കുക്കിംഗ് ആൻഡ് മ്യൂസിക് മേക്സ് മീ റിയലി ഹൈ. ഈ ഭക്ഷണം മുഴുവൻ അതിവിടെ ബോക്സിൽ ഇരിപ്പുണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ കുക്ക് ചെയ്തു. ബോക്സിൽ വെച്ച നന്നായി, ഒന്നും തന്നെ തപ്പിപ്പൊണ്ടി വന്നില്ല. പ്ലീസ്. അപ്പൊ നിനക്ക് ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? അങ്ങനെ ഇന്നലെ നടന്നൊന്നും മറക്കുന്നവനല്ലേ വൈഭവ് വൈദ്യനാഥൻ. ആൻഡ് ഐ റിയലൈസ് നിങ്ങളുടെ ആ തിരിച്ചറിവ് നിങ്ങളുടെ മുഖത്തുണ്ട്. അല്ലെന്നെ എന്തു പറയുന്നു? ഞാൻ പറയാം. ഓ, ഒരാഴ്ചത്തേക്കുള്ള സാധനം നീ ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തീർത്തത്. അയ്യോ ഇല്ല, കുറച്ച് എടുത്ത ഉച്ചയ്ക്ക് രാത്രി ഒക്കെ തിന്നാം. അല്ല എവിടെ പോയില്ലേ? സത്യം പറടാ, എന്തോ സംഭവിച്ചേ? അതുണ്ടല്ലോ, ഞാൻ ഇന്നലെയും ബാറിൽ പോയായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോൾ മൂലയ്ക്കൊരു പെങ്കൊച്ചവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ അവളോട് ചോദിച്ചു, കുഞ്ഞെ നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചത്. അവൾ എൻ്റെ കൂടെ ഇങ്ങനെ താഴെ നമ്മുടെ സ്റ്റെപ്പ് കയറുന്ന വഴി ഞാൻ അവളോട് എന്തൊരു കാര്യം തരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവള് തന്നില്ല. അവൾ ആൻറ്റി ഗ്രാവിറ്റിയാന്നാ തോന്നുന്നേ. എന്റെ ബോധം പോയി. കുട്ടി ഒന്നും കൊണ്ട് പേടിക്കണ്ട. സ്ത്രീകൾക്കെതിരെ ഒരു ആക്രമണവും ഇവിടെ ഞാൻ അനുവദിക്കില്ല. സാർ ഇവിടെ അനുവദിക്കില്ല. ഇതെന്തുവാ? അത് മാപ്പ്. ഇന്നലെ സബ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് വന്നേ. എടാ നാണം കൊണ്ടുകൂടാ കൊഞ്ഞാണാ ഈ വീട്ടിലേക്ക് ഒരു അന്യഗ്രഹ ജീവിയെ കൊണ്ടുവരാൻ. സബ് സ്റ്റേഷനിൽ എന്തുവാ? അതാണോ ഇവിടുത്തെ പ്രശ്നം? ഇപ്പൊ ഇതിനൊരു തീർപ്പ് പറ. തീർപ്പോ? ഒരാഴ്ചയും കൂടെ അവളെ ഇവിടെ നിർത്താന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? നമ്മൾ ഒരു പുല്ലും തീരുമാനിച്ചിട്ടില്ല. യവൻ കൊണ്ടുവന്ന ഏണിയ യവൻ തന്നെ കൊണ്ട് കളഞ്ഞോളൂ. എനിക്ക് വയ്യ. പറയുന്ന പോലെ കേട്ടാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്റെ പെട്ടിയും കിടക്ക എല്ലാം കൂടെ എടുത്ത് ഞാൻ വെളി വയ്ക്കും. കട്ട നെഗറ്റീവ് വൈബ്സ് മാൻ. ചൂട് ഭയങ്കര ചൂട്. എന്തായി നോക്കി നിൽക്കുന്നേ? പോയിന്റ് ഉണ്ടോ? അവള് തന്നില്ല. ഒരു വൈബില്ല. ഫുള്ള് കുരിശാണല്ലോ. നോക്കണ്ട, നിന്നെ തന്നെ തരാമോ? മേഘമല്ലാർ കണ്ടിട്ടുണ്ടോ? അതാ അവള് തന്നില്ല. കണ്ടുപിടിക്കുക കുട്ടി, കണ്ടുപിടിക്കുക. കാർക്കൂന്തലിന്റെ ഒരു അഴക്. ആഹാ, എത്ര മനോഹരം. അഞ്ചാറ് വട്ടം തെക്ക് വടക്കർ കൺഫ്യൂഷൻ ആക്കി അവളെ എവിടേക്കോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നെ അലനെ. ഇനി അവളല്ല, ഏലിയന്മാരുടെ തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവൾ ഇനി ഇങ്ങോട്ട് വരില്ല. വെറും ഒരു അന്യഗ്രഹ ജീവിയെ കളയാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോയേ. എന്നെ കുറ്റം പറഞ്ഞ് രണ്ട് മേളിൽ ഇരിപ്പുണ്ടാവും. ഐ ആം കമ്മിങ്.
ഏൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കി. ഇനിയും പേരപ്പനും മച്ചുനും എന്താ വേണ്ടേ? എന്നെ കൊല്ലണോ അതോ തല്ലണോ? തല്ല് തല്ല്. ചായ കടുപ്പത്തിലെടുത്തോ. അതാ പോയി. അടുത്ത് വരരുത്, എൻ്റെ ഒരു വാളുണ്ട്. മണ്ണെണ്ണ വാങ്ങിക്കേണ്ടി വരുവാടാ അല്ലനെ. ചെറിയൊരു പനി. ഈ ഏലിയൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പല പല അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലോ. ഞാൻ യുദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തിയത് മനുഷ്യരൂപത്തിലുള്ളതല്ല. അത് കുറെ കൂടി അക്രമാസക്തരും വികൃത ജീവികളുമായിരുന്നു. എൻ്റെ ഒരു കണക്കൂടലനുസരിച്ച് ഇത് പാതാളത്തിൽ നിന്ന് വന്ന ഏൻഷ്യന്റ് In the name of Jesus, I command you, don't open the door. Door ഓർക്കരുത്. ഒന്നാമത് സ്പേസിൽ നിന്നൊക്കെ വന്നവരാ. കണ്ടാമിനേഷന് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിസ്ക് എപ്പോഴും ഒഴിവാക്കണമല്ലോ. അതിനുള്ള കരുതല. ഓ കുന്തവ, അവൾ അറിയാതെ എങ്ങനെ അങ്ങേര് തൊട്ടിരുന്നേ. അയാളുടെ ഇത്രയും കാലത്തെ കൊള്ളരുതായ്മകളെല്ലാം പുറത്തു വരും. അതിനായി കിറ്റിട്ടുണ്ടല്ലോ ഈ ഷോയ്ക്ക്. അപ്പൊ സാറിന് പേടിയില്ലേ? കമോൺ, ഞാൻ എന്തിനു പേടിക്കണം? കുറച്ച് ക്രൂഡ് ആഭിചാര മന്ത്രങ്ങൾ ചെയ്ത തകിടുകൾ ഈ ഐലൻഡിന്റെ പല ഭാഗത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ പിന്നെ സ്വർണ്ണഭൂഷണം അങ്ങേരുടെ അരക്കെട്ടിന് ചുറ്റും ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മറ്റേ ഐറ്റംസ് ഈ പരിസരത്തോട്ട് വരാത്തത്. സാർ അത് കൂടോത്രല്ലേ? സി ബ്ലാക്ക് മാജിക് ആണെങ്കിൽ എന്റെ വൈബ് പോസിറ്റീവാണ്. ബിക്കോസ് പീപ്പിൾ കോൾ മീ വൈബ്. എന്താണ് ഇവിടെ ഒരു വൈഷമ്യം? അവളാ കാറ്റ് ഫുഡ് എത്രയും തീർത്തുന്നേ. ആണി 5 ദിവസത്തേക്കുള്ള ഭക്ഷണം ഒറ്റ ഇരിപ്പിനെ തീർക്കുന്ന ഇച്ചിരി കൂടുതലല്ലേ? ഇതിനെ പട്ടിണി കിടുന്ന അതിനേക്കാളും വലിയ കുഴപ്പമാടാ. കണ്ടില്ലേ ജിഗ മിന്നുന്നത്. ഓ അതിനിപ്പോ എന്താ, ചെറുതായിട്ടൊന്ന് ഫ്ലിക്കർ ചെയ്യുന്നില്ലേ ഉള്ളൂ. എടാ പോലീസുകാരേക്കുന്ന ട്രാക്കർ ഉണ്ടല്ലോ, അതിലെങ്ങാണ് ഇവള് പെട്ടാൽ അവന്മാർ ഇവളെ പിടിച്ചോണ്ടേ കൊല്ലും. അതെനിക്കൊരു പ്രശ്നമല്ല. പിന്നെ നിങ്ങളെ അവർ പിടിച്ച് ജയിലിലിട്ടു, അതും എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എന്റെ കാര്യം അതെനിക്കൊരു വിഷയം. ആരോടാ നിന്റെ പേര്? നീ ഒരു കാര്യം ചെയ്യ്, പോയി 8 കിലോ കാറ്റ് ഫുഡ് വാങ്ങിച്ചോളൂ. എന്നിട്ട് 3 നേരം റേഷൻ പോലെ കുറേശ്ശെ അതിന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കും. EMP ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് 1950കളിൽ അമേരിക്കയിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് ഈ പ്രതിഭാസം ആദ്യമായി കാണപ്പെടുന്നത്. പ്രവർത്തനം ചെയ്ത സാറേ ഈ ഒരുപാട് സയൻസ് ഒന്നും നമ്മുടെ മുഖ്യധാര പ്രേക്ഷകർ വേണ്ട. സംഭവം എന്താണെന്ന് വെച്ചാലേ, ഈ അവൾ ഈ ചിരിക്കുമ്പോഴും കരയുമ്പോഴും ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി കത്തുമല്ലോ, അത് മറ്റവന്മാർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് പ്രശ്നം. ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. നീ വളരെ കുറച്ച് കാറ്റ് ഫുഡ് തിന്നുന്നുണ്ട്. ഇന്ന് മുതൽ റേഷനാണ്. അതുകൊണ്ട് കുറച്ച് തിന്നാ ഒരാഴ്ച ജീവിക്കാം. ഓക്കേ? മൈ ടേൺ.
ഇവള് വന്നേ പിന്നെ ഇവിടെ ഡെയിലി കറണ്ട് കട്ടാ. ഫ്യൂസ് കെട്ടി ഞാൻ മടുത്തു. ഇവരെ അങ്ങനെ അധികം പ്രകോപിപ്പിക്കാനോ ചിരിപ്പിക്കാനോ പറ്റില്ല. ഒരു ബാലൻസിലും കൊണ്ടുപോകണം. ഇതിപ്പോ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇക്കിളിയിട്ട് സന്തോഷിപ്പിച്ചോ മാനസികമായിട്ട് പീഡിപ്പിച്ചോ കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 10 പോയിന്റ്സ് ഉണ്ടാക്കായിരുന്നു. ഇതിപ്പോ അങ്ങനെയാണോ? ചിരിക്കുമ്പോഴും കരയുമ്പോഴും വിശക്കുമ്പോഴും കറണ്ട് ഇങ്ങനെ പോയി വന്ന് ഇതെല്ലാം കത്തിപ്പോവും കൊച്ചേ. കൊല്ലാൻ പോവാ. അങ്ങനെയല്ല, കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഭക്ഷണ രീതി കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അല്ലാതെ വെറുതെ പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ളത് തിന്നാ മതിയോ? മറ്റവനാണെങ്കിൽ പോറച്ച് ഉണ്ടാക്കാനേ അറിയാവുള്ളൂ. കഞ്ഞി കഞ്ഞി. ഗൈസ്, ഇതൊക്കെയാണോ ദോശ? ഇതിലും റൗണ്ടായിട്ട് ഞാൻ ചുടും. ഇവിടത്തിലുണ്ട്. ഇന്റർവെൽ അവറായി. ഈ സമയം കൊണ്ട് ശരീരത്തിലൊരു വിസിബിൾ രോമാഞ്ചം അനുഭവപ്പെടേണ്ടതാ. ആക്ഷൻ സിനിമകളോട് കമ്പമില്ലാന്ന് തോന്നുന്നു. ചന്തയായിട്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് മാഫിയ ഇടാന്ന് വിചാരിച്ചേ. ഇനിയിപ്പോ വേണ്ട. എന്നാലും ബാബു ആന്റണി പടങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഒരു കാരണവും കാണുന്നില്ല. വയലൻസ് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും. കണ്ടോ കണ്ടോ, ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. അങ്ങനെ സിനിമകൾ കണ്ട് കണ്ട് അവൾ എപ്പോഴോ എന്റെ തോളിൽ ചാരി. മിസ്റ്റർ ചന്ദ്രദാസ്, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഈ നിമിഷം നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ തരും. ചോദിച്ചോളൂ, നിങ്ങൾക്ക് ചോദിക്കാം. ആ മൊമെന്റിൽ ഞാൻ തീരുമാനിച്ചതാ, ഈ അന്യഗ്രഹ ജീവിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ഈ എലിയാമ്മ അവൾ എൻ്റെ അന്ന്. ഞാനിവിടെ ഇല്ലാന്ന് കരുതി നീ അലമ്പാക്കരുത്. അല വലാതി. ഇല്ലില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ഇപ്പോഴും ഇന്നലെ സിനിമയൊക്കെ കണ്ടും ഇത്തിരി ലേറ്റ് ആയി കിടന്നപ്പോഴേ. നീ നമ്മളെ എന്തോ കാണിച്ചു കൊടുക്കുന്നു? കറണ്ട് അഫയേഴ്സ്, GK, എവരിത്തിങ്. എന്തുവാണ്? എടേ, ഒരു നമ്പർ ഇങ്ങ് പറഞ്ഞ. നീ കൂടുതൽ പരാക്രമൊന്നും കാണിക്കില്ല. ഇല്ല, ഞാനൊരു വഴി പറഞ്ഞുതരാം. എടാ, നീ ചെസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? വൈബോ, നീ വരുന്നോ ഞാൻ പോണോ? എത്തി സാർ, എത്തി സാർ. കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. സോറി. രാവിലെ CCTV നന്നാക്കുന്നതിനിടെ ലേസർ രശ്മികൾ പതിച്ച് എൻ്റെ കാഴ്ച പരിപൂർണമായും നഷ്ടപ്പെട്ടു. അതിരിക്കട്ടെ, കുട്ടി വല്ലതും കഴിച്ചായിരുന്നോ? ഓ, സംസാരിക്കാൻ സാധിക്കില്ലല്ലോ എനിക്ക് കാണാനും. ഇനി എനിക്ക് കുട്ടിയെ, അവരെ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സിനിമകളും കാണാൻ കഴിയില്ലല്ലോ എന്ന്. ദേ നോക്കൂ, പുന്നകൈ മന്നൻ. എനിക്കിതിനി കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്കിത് ജീവിച്ച് കാണിക്കാൻ പറ്റും കുട്ടിയെ. പറ്റും, മോൾക്ക് പറ്റും. എൻ്റെ കുട്ടി ശ്രമിച്ചാൽ മതി. പ്രണയം കാമത്തിന് വഴിമാറുന്ന ഈ വേളയിൽ കുട്ടിക്ക് എന്നിലേക്ക് പടരാൻ കഴിയില്ലേ? കഴിയും. ഐ നോ. സമയമായി ഗൈസ്. എന്താണിത്? ചെങ്കണ്ണാണോ? അല്ല, കോസ്മിക് രശ്മികൾ അടിക്കാതിരിക്കാനാ. കോസ്മിക് രശ്മികളാ?
അത് ശരി. വിക്ടർ സാർ എവിടെ? പട്ടാളക്കോട്ട വാങ്ങാൻ പോയി. ഇതെന്നാടാ, അൾട്രാ വയലറ്റ് ആണോ? അല്ല, കാപ്പിപ്പൊടി കളറാ. ഒന്ന് ഊരിക്കേ. കാപ്പി എനിക്ക് ഇഷ്ടമാണ്. എങ്ങനെയുണ്ട് പടി? ഹാപ്പി ഹാപ്പി വിട്ടാലോ? അപ്പൊ വന്ന കാര്യം സാറിനോട് പറഞ്ഞേര് കേട്ടോ. പോട്ടെ പോട്ടെ സമയ പോണ്. കമാൻ. ഒരു ബ്ലൈൻഡ് അറ്റംപ്റ്റ് ആയിരുന്നെങ്കിലും എൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് വേണേ എന്നെ തീർക്കായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. ഞാൻ ഏതായാലും ഒരു നാണം ഇല്ലാതെ പോയി സോറി പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ രാത്രി എൻ്റെ കൂടെ പുറത്തു വരുന്നോ എന്ന്. വളഞ്ഞ വഴി പ്രയോഗിക്കാതെ നേരാവണ്ണം മുഖത്ത് നോക്കി ചോദിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ എന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇരുട്ടിൻ്റെ ആത്മാക്കളും നിയോൺ ബൾബുകളും പിന്നെ ഞങ്ങളും. നീരാ താരകത്തിൻ മേലെ നിന്ന് വന്നതാണോ അതോ ഈ അന്തരീക്ഷം മൊത്തമെന്റെ തോന്നലാണോ? ഇവിടെ നിന്നായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. പിന്നെ ഫോണിലോട്ടായി. ഇപ്പൊ ഒന്നുമില്ല. അത് കണ്ടോ, ഇതേപോലത്തെ പടങ്ങളായിരുന്നു പണ്ട് സ്ഥിരം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പേരപ്പൻ ഇവിടുത്തെ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പോലുമല്ല എങ്ങും ഈ സ്നേഹമല്ലേ വേഗമേറും റേഡിയേഷൻ. നാം ഒന്നു ചേരാൻ കടന്നതെത്ര പ്രകാശവർഷം. Together for eternity and forever. Love and love only. എന്നാലും എൻ്റെ പിള്ളേർ രാത്രി എവിടെ പോയത്? പ്രൊട്ടക്ഷൻ എവിടെ പോയി ചോദിക്കും സാറേ. അല്ല, നമ്മൾ ഇട്ടേക്കുന്ന പോലത്തെ ഈ പ്രൊട്ടക്ഷൻ. ആ എന്താ ഇടാ ഞാൻ സദാചാരം മൈൻഡ് ചെയ്യണ്ട. I don't like you stealing my right, man. I'm serious. ചോദിക്കാൻ എടുത്തോണ്ട് പോയത്. ഇതിപ്പോ ഏത് പ്രൊട്ടക്ഷൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത്? നീരാ താരകത്തിൻ മേലെ നിന്നും വന്നതാണോ അതോ ഈ അന്തരീക്ഷം മൊത്തമെന്റെ തോന്നലാണോ? ദൂരെ ആ സ്പേസിൽ നിന്നെ കാത്തിരിപ്പും കണ്ടിരുന്നോ? ഭൂഗോളമല്ല സൗരയൂഥം പോലുമല്ല. I can speak if you can fix this. എത്രയും പെട്ടെന്ന് നോക്കണം. ആരുടെ കൊടുക്കും? ഈ മറുതയ്ക്ക് ഉറക്കമില്ലേ? വൈബു, എന്തോന്ന്? ഇതൊന്ന് ശരിയാക്കി തരൂ. ഇതവിടെ കഴുത്തേ കിടന്നല്ലേ? ആ, ഇതവളുടെ സ്പീച്ച് മെഷീനാന്നാ തോന്നുന്നത്. ഇത് നന്നാക്കി അവൾക്ക് സംസാരിക്കാൻ പറ്റും. Damn, this looks sophisticated, man. നീ ഇത് ശരിയാക്കി തരുമോ ഇല്ലയോ? തരാം മാൻ. ഇതിനിപ്പോൾ ആരുടെ സൗണ്ട് വേണം? സിനിമാക്കാരുടെ സൗണ്ട് വേണം. കിട്ടൂ. ആക്ടേഴ്സിന് വേണമെങ്കിൽ തൊട്ട് കൊടുക്കേണ്ടി വരും. എന്നാലും എത്രയൊക്കെ ആകുമായിരിക്കും? 3000 പ്ലസ് എൻ്റെ സർവീസ് ചാർജ്. ഈ ബീച്ചിയും ഞാൻ എവിടെ പോവാ? അന്ന് 71 മെട്രോ പോസ്റ്റിലെ റെട്രോ ബാർ നീ എന്തോ അടിച്ചു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ബോധം കെട്ട് കിടന്നപ്പോ ഞാൻ നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടെത്തിച്ചു. അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞതാ, നീ ഏണിയാന്ന്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ടിപ്പോ നീ അൾട്രാ ഏണിയായി.
എന്നിട്ട് Come on, man, I'm not a lad. I'll do it. Victor sir, രാഘവന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത ഫോൾഡേഴ്സ്. ഓ മതി, നമ്മളല്ലേ കേൾക്കുന്നുള്ളൂ. അവൾ അവിടെ എന്ത് ചെയ്യുവാ? CID മൂസ കാണും. കഴിയാറായോ? അന്ന് തന്ന ആ ഉമ്മയെന്ന് തന്നെ എനിക്ക് അവളുടെ മനസ്സിരിപ്പ് പിടികിട്ടി. ഇനി ആ സ്പീച്ച് മെഷീൻ കൂടി ഒന്ന് നന്നാക്കിയിട്ട് വേണം എനിക്ക് അവളുടെ സുന്ദരമായ ശബ്ദത്തിൽ നിന്ന് ഐ ലവ് യു അൽനേട്ടാ എന്ന് കേൾക്കാൻ. ചരിത്ര നിമിഷമായിരിക്കും. ഒരു അന്യഗ്രഹ ജീവി ഒരു മനുഷ്യനോട് ആദ്യമായി ഐ ലവ് യു എന്ന് പറയുന്നു. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. പേരപ്പനോടല്ല, രാഘവനോട്. രാഘവ, ഒരു മനുഷ്യനും അന്യഗ്രഹ ജീവിയും തമ്മിൽ കല്യാണം കഴിച്ചതായി എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ 18 സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വിചിത്രമായ സംഭവം എന്തെന്നാൽ 18-ൽ 16 ദമ്പതിമാർ വിവാഹമോചനം നേടുകയോ മാറി താമസിക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം മിക്കപ്പോഴും അന്യഗ്രഹ ജീവികളുടെ വിശാലമായ ചിന്താഗതികളോട് സങ്കുചിതമായി പെരുമാറിയ മനുഷ്യ മനസ്സാണ്. അവരുടെ ശരികൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റുകളാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഈ 18 പേരിൽ 16 പേര് ഇങ്ങനെയാണെങ്കിൽ ബാക്കി 2 പേര് അവർ മരിച്ചു. കൊന്നതായിരിക്കും അല്ലേ? തത്വത്തിൽ എനിക്കറിയാനുള്ളത് അതല്ല, മനുഷ്യൻ അവരുടെ ഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റുമോ? അലൻ, താങ്കൾ ആ ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അവിടെ ഓക്സിജൻ ഉണ്ടോ? അതായത് ഓക്സിജൻ ശ്വസിക്കാനായിട്ട് നമ്മൾ പോയിന്റ്സ് കൊടുക്കേണ്ടി വരുമോ? ഇവിടെ എന്റെ ഈ ഗ്രഹത്തിൽ താമസിക്കുന്നതിന് വാടക തരാൻ ഗതിയില്ലാത്തവനാണ് അവളെയും കൊണ്ട് ഗ്രഹം മാറി അന്യഗ്രഹത്തിൽ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പോകുന്നത്. ആഗ്രഹിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ? അവന്റെ 50 തലമുറ വിചാരിച്ചാൽ ചന്ദ്രനിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അന്യഗ്രഹത്തിൽ താമസയോഗ്യമാണ്. മനുഷ്യരുടെ അനാട്ടമി ഇവരുടേതുമായി വ്യത്യാസമില്ല. മതി, അത് മതി, ബാക്കി ഞാനേറ്റു. അപ്പൊ നിന്റെ ശല്യം ഇതോടെ തീർന്നു. ചിലപ്പോ ഒരു ഇന്റർസ്റ്റെല്ലർ ജേർണി തന്നെ ആവശ്യം വന്നേക്കും. ഇനി അത്രയും കുറച്ച് അരി ഇട്ടാ മതിയല്ലോ. നന്നായി. എന്താ ഡേ, മറ്റേ സാധനത്തിന്റെ കാര്യം എന്ത്? എന്ത് സാധനം? വേണ്ട. ഇതല്ലേ ശരിക്കും ഇതിന് ശബ്ദമല്ലോ കേക്കോടി. വേണ്ട, തന്നേക്ക്. എങ്ങനെ തന്നേക്കാൻ? കഴിഞ്ഞിട്ട് മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടണീക്ക. പല തവണ നിന്റെ നേർ കോങ്ങിയ കൈ നശിച്ചു പോട്ടെ. അല്ല, അലമ്പാതെ കൊണ്ടുകൊടുക്ക്. ഒന്നും ഒരുങ്ങി ഗന്ധർവനെ പോലെ പോ. ഞാൻ പോയി ആക്കൊരു ചായ കൊടുത്തിട്ട് വരാം. സാർ, ചായ ചായ ചായ. സത്യത്തിൽ ഈ ഹ്യൂമൻ എവല്യൂഷന്റെ അടുത്ത സ്റ്റെപ്പാണല്ലോ ഒരു ഇന്റർ സ്പീഷീസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്റെ ഈ ചെറിയ ചുവടുവെപ്പ് മനുഷ്യരാശിക്കൊരു വലിയ കുതിച്ചാട്ടമാകട്ടെ. അത് നീൽ ആംസ്ട്രോങ് പറഞ്ഞല്ലോ. അതിനെന്താ, എനിക്ക് പറഞ്ഞൂടെ? എവിടെയായിരുന്നു? ഞങ്ങൾക്കുണ്ടാവുന്ന ഏലിയൻ വാവളെ പറ്റി ഞാൻ പറയാനായിട്ട് വന്നതാ, മറന്നുപോയി. മധുര മൃദുഹാസം പ്രാണനിൽ പാർവണം പൂനിലാവിൻ നേര്യത്തിൽ മൂടി നിൽക്കും മാറില പ്രേമപൂർവം ചുംബനങ്ങൾ കോർത്തു ചാർത്താം ശാരികേ. ഇത് ഗിഫ്റ്റായിട്ടൊന്നും കാണണ്ട. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്.
അതിന്റെ മറുപടി എനിക്ക് തന്റെ ശബ്ദത്തിൽ നിന്ന് തന്നെ കേൾക്കണം. എന്തിനാ ഇത്ര തിടുക്കം കുട്ടി? I know it's been only few days, but these days were like വർഷങ്ങളുടെ പരിചയം, അടുപ്പം. വൈഭവ് പറയുന്നത് പോലെ നമുക്കിടയിൽ എന്തോ അൺഎക്സ്പ്ലെയിൻഡ് വൈബ് പോലെ. ഇതിനെയാണോ മനുഷ്യർ ഓരോ പേരിട്ട് വിളിക്കുന്നത്? ലവ്, പ്രണയം, കാതൽ. എടാ ചെറുക്ക, കുറച്ച് ദിവസമായി നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. ഇതെന്താ മോന്റെ അമ്മയുടെ സൗണ്ട് വല്ലോ ആണോ? എന്താ ഈ ശബ്ദം? ആ, അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. വല്ലാത്തൊരു ചെയ്ത്തായി പോയി കേട്ടോ. അതെ, വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഏലിയന്റെ കയ്യിൽ നിന്ന് വരെ തേപ്പ്. വഴി കൂടെ പാട്ടയം പറക്കി നടന്നവനെ പിടിച്ച് ഈ ജോലി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കിത് തന്നെ വേണം. ഒന്നിഷ്ടപ്പെട്ടു വന്നതാ. പ്രണയം ദുഃഖമാണ് കുട്ടാ. നമുക്ക് നല്ല സുഹൃത്തുക്കളായിക്കൂടെ? എന്റെ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞുപോയി. എന്താ വിഗ്രഹമോ? ശടാ, എന്നാലും ഈ ചെറുക്കൻ ഇതെന്തോ പറ്റി? നഖമൊക്കെ വളർന്നു. എന്റെ അല്ല, എന്താ നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവളുടെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ 3-4 ബോയ്സെ ഫ്രീ ആയിട്ടുള്ളന്ന്. അല്ലെ പിന്നെ പോയിന്റ്സ് കൊടുക്കേണ്ടി വരും. ഓഹോ, ഏതൊക്കെയായിരുന്നു നിന്റെ ഓപ്ഷൻസ്? MS തൃപ്പൂണിത്തറ, അടൂർ ഭവാനി, അടൂർ പങ്കജം, മിയ. ദാസേട്ടനോ ചിത്ര ചേച്ചിയോ ഒന്നും ഇല്ലേ? ആക്ടേഴ്സ് ഉള്ളൂന്ന് പറഞ്ഞല്ലേ. എടാ ചെറുക്ക, അല്ല നീ അവിടെ എന്ത് ചെയ്യുവാടാ? ഇങ്ങനെയുള്ള അവസരങ്ങൾ തീ തുപ്പിക്കൂടെ? എന്താ ഭാഗ്യലക്ഷ്മി ചേച്ചി വല്ലോ? ആക്ടേഴ്സ് ഉള്ളി. ഇത് ബെസ്റ്റാ. പിന്നെ ഇതിനാണ് അവനെല്ലാം തല്ലി. ഒരുത്തനും ഗുണം വരുന്നത് ഒരു പരിപാടിയും ചെയ്യരുത്. ഈ ശവം വന്നേ പിന്നെ 4 സൈഡിൽ നടിയാ കേസ്. കുറച്ച് കഞ്ഞി വേണമെന്ന് ചോദിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ തന്നെ ധാരാളം. ഞാനൊക്കെ ഒരു നേരം ഭക്ഷണം കഴിച്ചാ ശീലം. എന്തുവാടാ ഇത് ശബ്ദം? ഇവനോട് ചോദിക്കും. ഒരു മദർലി ഫീൽ ഇല്ലേ? അമ്മ മഴക്കാർ. വിക്ടർ എന്താ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നേ? ബംഗ്ലാദേശ് വരെത്തി. ഇന്ത്യ എത്തുന്നതിന് പകരം നിർത്തിയേക്കാം. അടുത്ത് വരരുത്, അടുത്ത് വരണ്ട. എന്താ പതിവില്ലാതെ ഇതിലെ ഒരു സൈഡ് വലിവ്? സത്യം പറഞ്ഞ അകത്തേക്ക് വരാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം ഒന്നും വേണ്ട കേട്ടോ. ഞാനൊന്ന് ഇരിക്കുവാന്നേ. നിങ്ങളുടെ കൂട്ടത്തിൽ അല്പം മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരിക്കാൻ കൊള്ളാവുന്നത് ഈ രാഘവ മാത്രമേ ഉള്ളൂ. അതൊരു കോംപ്ലിമെന്റായി ഞാൻ എടുക്കുന്നു. നന്ദി. ശരിക്കും മനുഷ്യന്മാരുമായി ഇതെങ്ങനെയാണ് ഇത്രയും സാമ്യത? നമ്മുടെയൊക്കെ ചിന്തയിലുള്ള അന്യഗ്രഹ ജീവി ഇങ്ങനെയല്ല. സ്വയം ഉണ്ടാക്കിയെടുത്ത ചട്ടക്കൂടിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റൂ. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല. എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നും? ഒരു 20-23 വയസ്സ്. മധുര 17 എന്റെ മനസ്സിൽ. എനിക്ക് 250 വയസ്സുണ്ട്. ചുമ്മാ. പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ ഞങ്ങളും മനുഷ്യന്മാരും അയൽക്കാരായിരുന്നു. ചിന്തയിൽ ഞങ്ങളുമായി യോജിച്ചു പോവില്ലെങ്കിലും നിങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് സഹോദര തുല്യരാണ്. വിഭവ ചൂഷണം വ്യാപകമായി തുടർന്നു പോകവേ അവർ ആലോചിച്ചില്ല ഒരിക്കൽ മാതൃഗൃഹം വിട്ട് പുതിയ താമസയോഗ്യമായ പ്രവിശ്യകൾ നോക്കി അലയേണ്ടി വരുമെന്ന്. ആ യാത്രയുടെ അന്ത്യം അവരെ എത്തിച്ചത് ഭൂമിയിലായിരുന്നു. ഇതേ സമയം ഞങ്ങളും മനുഷ്യരുടെ തെറ്റുകൾ ആവർത്തിച്ചു. പരിസ്ഥിതി ചൂഷണം ഞങ്ങളെയും പ്രപഞ്ചത്തിന്റെ പുതിയ കോണുകളിലേക്ക് ജീവന്റെ തുടിപ്പ് നോക്കി യാത്ര ചെയ്യാൻ
നിർബന്ധിതരാക്കി. ദുഃഖകരം. ഇവിടെ ഭൂമിയിൽ മനുഷ്യർ ചെയ്തു കൂട്ടിയതൊക്കെ നിങ്ങളുടെ പൂർവികരുടെ ക്രൂരതകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന വരവേൽപ്പ് തന്നെ ആയുധങ്ങൾ കൊണ്ടല്ലേ? സമാധാനകാംക്ഷികളായ ഞങ്ങളെപ്പറ്റി എന്തെല്ലാം കഥകളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. സ്വാഭാവികം. കാര്യം പറഞ്ഞതൊക്കെ ഉള്ളതാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് അവളും രാഘവനും നേരെ ബയോളജി ക്ലാസ്സിലേക്കാണ് കയറിയത്. ഈ സിംഗിൾ സെൽ ഓർഗാനിസം തമ്മിൽ സെക്സ് ഉണ്ടാകുമ്പോഴാണ് മൾട്ടി സെൽ ഓർഗാനിസം ഉണ്ടാകുന്നതെന്ന്. സെക്സിനെയൊക്കെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്തുവാ? വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പോലും. ദൂഷിച്ച മനസ്സാ. എന്താ അല്ലേ, നമ്മളൊക്കെ ഏലിയൻസ് ആണ് പോലും. പോ സാറേ, ഈ മനുഷ്യരെല്ലാം കുരങ്ങന്മാരിന്ന് ഉണ്ടായെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാനും സാറും ഒക്കെ. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും. എന്നെ വിട്ടേരെ. തലനര ചീരാണല്ലടാ. കുളിയും നനയൊന്നും ഇല്ലേ? കുളിയാൻ ഈസ് ടു ഓവർ റേറ്റഡ്. ഐ എം സേവിങ് വാട്ടർ. ഇവിടെ ആ എന്നാലും രാഘവന്റെ ചതി ഞാൻ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. നാണമില്ലടാ നിനക്ക് യന്ത്രങ്ങളോട് അസൂയപ്പെടാൻ. 25 വയസ്സുള്ള അവനും 250 വയസ്സുള്ള അവളും കെട്ടിക്കഴിഞ്ഞില്ല. അവൻ എന്ത് അവളെ അമ്മൂമ്മ എന്ന് വിളിക്കൂ? നിങ്ങൾ കേട്ടോ അങ്ങനെ കെട്ടാൻ പാടുണ്ടോ? പ്രകൃതി വിരുദ്ധമല്ലേ? എന്നെ ഇനി നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഈ കണ്ണിച്ചോരില്ലാത്തവന്മാർ നിന്നെ കൊണ്ട് കളഞ്ഞിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു. ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുന്നതിൻ്റെ നന്ദി കാണിച്ചല്ലേ പറ്റൂ. ഇപ്പം നിന്നോട് പറയരുത്. അവർ നിന്നെ കരിഞ്ചത് വിൽക്കാൻ പോകും. നാളെ നിന്നെ കൊണ്ടുപോകാൻ ടീംസ് വരും. ബട്ട് ഐ എം ഹെൽപ്ലെസ്. നാളെ ഞാൻ സ്റ്റോർ വരെ പോകുന്നുണ്ട്. കൂടെ നിന്നെ കൊണ്ടുപോകാം. എൻ്റെ ജീവൻ പണയം വെച്ചാണെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കും. പക്ഷെ വഴിയിലെ ടോൾ ഗേറ്റിൽ കൈക്കൂലി കൊടുക്കാൻ കുറച്ചധികം പോയിന്റ്സ് വേണം. നിന്റെ കയ്യിലുണ്ടാവില്ലേ? എൻ്റെ കയ്യിലില്ല. ചായ കിട്ടിയില്ല. വിധിയാണ് കുട്ടി, വിധി. സങ്കടമുണ്ടാ? ഏലിനെ ചതിച്ചാ പുണ്യം കിട്ടും. Damn cool night. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഈ വീട്ടിലൊരു അഭയാർത്ഥി മതി. വന്നല്ലേ സ്പേസ്ഷിപ്പിലോട്ട്. അവിടുന്ന് 2 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. മാപ്പ് വർക്ക് ചെയ്തില്ലായിരിക്കും അല്ലേ? എന്താ നീ ഇങ്ങനെ? അല്ലെനെങ്ങാനും കണ്ടാലോ? അവൻ തകരില്ലേ? കുഴപ്പമില്ല, പിടിച്ചോ. തെറ്റിയാത്തവരായി ആരുണ്ടേലേ അമ്മേ? അവിടൊക്കെ ഇങ്ങനെയാണോ? പിന്നെ നല്ല സുഖമുണ്ടോ? എടാ നയവഞ്ചക. അല്ല മാഡം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഭൂമിയിലാണല്ലോ. പോരാത്തതിന് ഒരാഴ്ചയായിട്ട് ഇവരുടെ കൂടെ താമസം. അപ്പോൾ മാഡത്തിന് മനുഷ്യരെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ലേറ്റ് പോയി. അങ്കിൾ എന്നെ അഡോപ്റ്റ് ചെയ്യാൻ വന്നാണോ? കാറിലാ വന്നേ? എന്നെ സൈഡ് സീറ്റിലിരുത്തോ? സൈഡ് സീറ്റാ? കേരള പോലീസാണോ? CBI? You look like an undercover agent.
ആയിരുന്നു. എന്താ പശുവിനെ കിറക്കാം, കുറച്ച് എണ്ണ എടുത്തോ. ആദ്യത്തെ ഒരു 4-5 മണിക്കൂറത്തേക്ക് ഒരു മിണ്ടാട്ടം ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോൾ വാ തുറന്ന് കാണിക്കും. അന്നേരം മനസ്സിലാവും വിശക്കുന്നുണ്ടെന്ന്. ഫുൾ ടൈം വാ തുറന്നിരിക്കുന്നു. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് ആനിമൽ അബ്യൂസ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രീച്ചറാ ഇത്. ഞാനിത് പാർവതി ടീച്ചറോട് റിപ്പോർട്ട് ചെയ്യും. അറിയാലോ, ടീച്ചർ തുടക്കിനോളൂ. തരാം തരാം. ആശ ടീച്ചറോടും മായ ടീച്ചറോടും എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പക്ഷേ പ്രശ്നം അതല്ല, പുള്ളിക്ക് നമ്മളാരെയും ഓർമ്മയില്ലായിരുന്നു. ഹായ് ബീബ്സ്. ബേബ്സാ? ഇത് ഏതായി ചരക്ക്? നീ ഇവിടെ പൊട്ടി. ഞാൻ താഴെയുണ്ടോ? വിളിച്ചോണ്ട് പോടാ നിന്റെ സാധനത്തിന്. ഞാൻ വരില്ല, എനിക്ക് ചേച്ചിയെ കണ്ടോണ്ട് കിടക്കണം. അണ്ണാ എന്താ? നമുക്ക് ഈ മുറി വേണ്ട, ഇത് സാറിന്റെ മുറി. ഓഫ് കോഴ്സ് വേണ്ട. നമുക്ക് വേറെ വലിയ മുറി പോവാം. വലുതാ? പിന്നെ ബിഗ്ഗാ? വലിയ മുറി പോവാം. വരൂ. നീ ആദ്യം. ഞാനാണോ വരണ്ടേ? ഇത് ഞാനിങ്ങനെ വേണ്ട വേണ്ട, പോവാം പോവാം. ഊണ് കഴിച്ചോ? ഇത് ബാക്കിയുള്ളവർക്കുള്ളതാ കേട്ടോ. ഇവിടെ ഓരോരുത്തരും കഴിക്കുന്നതിന് ഒരളവൊക്കെ ഉണ്ട്. ആ അളവൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. മുതലാളി കഴിച്ചതിന്റെ ബാക്കി വെച്ചാൽ ഞങ്ങളെ കഴിക്കണം എന്നാണോ? കഴിക്കാനിരുന്നാലും ഉറങ്ങാൻ കിടന്നാലും ഒരേ തരം തരുക. എന്ത് ബോറ് പരിപാടി അത്. വൈബേ, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാരി? അപ്പൊ സംസാരിക്കുന്നതിന് ഇവിടെ നിബന്ധനയുണ്ടോ? നീ ബോധമില്ലാത്ത ഇവിടെ ബോധമില്ലാതെ ഒരു ബോധമുള്ള ഒരു വീടും തുറന്നു വെച്ച് കണ്ട റൂൾസും പറഞ്ഞ് താനെന്താ ജന്മി കാച്ചിക്കളഞ്ഞ ഇങ്ങോട്ട് വരാ. എന്താടാ എന്നെ ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, എന്താ തെറ്റ്? നീ ഒരു ഫ്യൂഡൽ തെമ്മാടിയാണോടാ വിക്ടറെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി? മനസ്സിലായി. നീ ആദ്യം ഒന്നിരിക്കൂ. ഇങ്ങ് വന്നേ. എടാ, നിനക്ക് ഞങ്ങളെ രണ്ടുപേരും വിശ്വാസമില്ലാന്നറിയാം, പക്ഷെ ഇവനെ വിശ്വസിക്കാം. അതിനിവനേതാ? എടാ, ഇത് രാഘവൻ, കമ്പ്യൂട്ടറാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യരെ പോലെ മാനിപ്പുലേറ്റ് ചെയ്യില്ല. നീ ആരായിരുന്നു എന്നൊക്കെ നിനക്ക് ഇവൻ പറഞ്ഞു തരും, പക്ഷെ അത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. ഹലോ വൈഭവ്, ആദ്യമായി ഇവിടെ വരുമ്പോൾ താങ്കളുടെ മെറ്റാഗ്രാം യൂസർ നെയിം ദി അണ്ടർ റേറ്റഡ് ചെറ്റ _69 എന്നായിരുന്നു. വൈഭവിനെ പറ്റി രാഘവൻ അങ്ങ് തുറന്നടിച്ചു. സ്വന്തം തെണ്ടിത്തരങ്ങളെ കുറിച്ച് കേട്ട് വൈബ് 2.0 ഫിലമെന്റ് അടിച്ചു പോയെന്നാ തോന്നുന്നത്. പേടിക്കണ്ട, ആളിനി വയലന്റ് ആവില്ല. ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോണ്ട് ടച്ച് മീ. പനിയൊന്നുമില്ല. ഹായ് ബേബി. കാലേ വാരി ഞാൻ താഴെ അടിക്കും. ഓക്കെ, പിന്നെ മതി. ഇതും കൂട്ടി 25ആയി. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അവള് മറ്റേ തന്നെ, ഏലിയൻ. അല്ലാതെ സുമലതയും കനകലതയും ഒന്നുമല്ല. അപ്പം നമ്മൾ 25 തവണ വിക്ടർ സാറിന് വേണ്ടി കണ്ണടച്ചിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പം കയറി നിരങ്ങണം. യാ. ഏലിയാമ്മ, തനിക്ക് 250 വയസ്സാണെന്ന് പറഞ്ഞല്ലോ.
അങ്ങനെയാണെങ്കിൽ താൻ ഒരുപാട് ലോകങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകില്ലേ? തന്റെ കോസ്മിക് യാത്രകളെ കുറിച്ച് വിവരിക്കാമോ? ഗ്രഹങ്ങൾ, ലോകങ്ങൾ, സംസ്കാരങ്ങൾ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചധികം ഇടങ്ങളിൽ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ താൻ പോയിട്ടുള്ള ഇടങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം ഭൂമിയായിരിക്കുമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. മനുഷ്യർ ചെറുപ്പമാണ്. ഏതൊരു ടൈപ്പ് എ സിവിലൈസേഷനെയും പോലെ പക്വതയില്ലാത്തവർ. എന്താ രണ്ടുപേരൂടെ ഇതിനകത്ത് പരിപാടി? ഏലിയാമ നടത്തിയ ഗോളാന്തര യാത്രകളെ കുറിച്ച് ചില വിശേഷങ്ങൾ തിരക്കുകയായിരുന്നു. അതെ അതെ. ഈ ഇടത്താവളം വിട്ടു പോകുന്നതിന് മുമ്പ് മനുഷ്യർക്കായി എന്തെങ്കിലും ബാക്കി വെച്ചൂടെ ഏലി? രാഘവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഏലിയാമ്മയുടെ രൂപം ഒരു ഭാഷയായി ഉപയോഗിച്ച് മാനവരാശിക്കും ഭൂമിക്കും വേണ്ടി ഒരു പ്രേമകാവ്യം രചിക്കാൻ വിക്ടർജിയെ സഹായിക്കില്ലേ? ഇടമെടുക്ക. നിനക്കറിയാലോ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഞാൻ അവളുടെ അടുത്ത് നിന്ന് പറയാൻ പോവാ, നീ എൻ്റെ പെണ്ണാണ്. ഓക്കെ അല്ലേ? അല്ലേ? ഇങ്ങനെ വാ തുറന്നിരിക്കാതെ എന്തേലും പറയണ്ട റെക്സി. വേറെ ഈ സമയത്ത് ഈ പന്തമായിട്ട് എങ്ങോട്ടാ? ചേട്ടാ, ഞങ്ങളുടെ കൂടെ രാത്രി ഇരുന്ന് ആകാശഗംഗ കാണാമെന്ന് പറഞ്ഞാണല്ലോ. ഈ ഡിപ്രഷൻ മൂത്ത് സ്വയം തീ കൊളുത്തി മരിക്കാൻ വല്ലതും പോയതാണോ? മാനസിക വിഭ്രാന്തിയാ, മാനസിക വിഭ്രാന്തി. Alan, I can explain. എന്തോന്ന് എക്സ്പ്ലെയിൻ? എനിക്ക് കണ്ടുകൂടെ? എന്നാലും എന്നോടത് വേണ്ടായിരുന്നു ഇല്ലാമ്മ. പൊസസീവ്നെസ് കൂടാതെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടോ? സ്നേഹമെന്ന വികാരം ഒരു ബാധ്യതയാവാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മനുഷ്യർക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കഴിയില്ല. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞാ കൊള്ളാന്നുണ്ട്. അതിനെന്താ, കരഞ്ഞോ?
ഇങ്ങനെ ജീവൻ നല്ല സുഖം കിട്ടും. സാർ സാർ ഇമോഷണൽ ആവില്ല സാർ. സാർ ഇത് വെച്ച് തുടങ്ങി സാർ. ക്ലീനിങ് ക്ലോത്ത് തുടങ്ങി. രാഘവ, ഞാനൊന്ന് ഉറങ്ങാൻ പോവുക. എന്നെ രാവിലെ ഉണർത്തണം. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനുള്ള കഴിവെനിക്കില്ല ജി. പേരപ്പൻ അവളെ ഇരുത്തി എന്തോ വരച്ചെന്ന് കരുതി. ഞാനെന്തിനാ വെറുതെ? അതവൾക്കിഷ്ടമുള്ള കാര്യം അവൾ ചെയ്യട്ടെ. ഇവിടെ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ വേറൊരു ലോകത്തുനിന്ന് വന്നോള്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഈ നശിച്ച ലോകത്തെ കെടുതികൾ കാണുമ്പോൾ തോന്നുക നത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ എന്നാണ്. ആ അതൊക്കെ തന്നെ. തുറക്കത്തില്ലല്ലേ? ശരി. ഇന്നേക്ക് വരെ എൻ്റെ ഭാര്യയുടേതല്ലാതെ മറ്റൊരു സ്ത്രീയുടെ നഗ്ന ശരീരം ഞാൻ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഞാൻ പറഞ്ഞതും കാണിച്ചതും വെറും ഷോ. നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പൊ ഇതുവരെ വരച്ച നേക്കഡ് ബോഡീസ്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു ശരീരം ഞാൻ കണ്ടിട്ടുള്ളത്. ആ ശരീരം തന്നെ എല്ലാത്തിനും എന്റെ സ്ത്രീകളുടെ. അത് ശരി. പേരപ്പോ? പേരപ്പനോ? ആരുടെ പേരപ്പൻ? ഓടാ. എന്റെ പേരപ്പൻ, എന്റെ മാത്രം പേരപ്പൻ. നെഞ്ചെന്നിറങ്ങണ ചത്തു. വെൺചന്ദ്രികെ നീ പെയ്യും പൊയ്കയിൽ കുഞ്ഞോളമായി മെല്ലെ ഒഴുകി ഞാൻ. തൂമഞ്ഞിനാൽ രാവും നനയവേ, മൗനങ്ങളാൽ നമ്മൾ ചേരവേ. ദൂരങ്ങളെ മായുന്നുവോ വെൺഗംഗയോ ചാരയിതാ. എന്താ അതൊക്കെ മതി. പച്ചോടിച്ചു. വണ്ടി ഫ്രഞ്ച് ജ്യൂസ് അടിക്കാൻ ഫ്രാൻസിൽ പോകണമെന്ന് ചോദിച്ചു പയ്യനെ. ഐ എം ഹാപ്പി. നീ ഇതും തിന്നത്തില്ലയോ? ആ, നീ എടുത്ത് കഴിച്ചു. നീ ഇവിടെ കുറച്ച് ദിവസം അങ്ങോട്ട് കറങ്ങുന്നുണ്ടല്ലോടാ. എന്തോ എന്റെ പരിപാടി? സാർ ഇവിടെ ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാനായിട്ട്. ഒരു ഡോക്യുമെന്ററി? നിനക്ക് ഇവിടുത്തെ കന്നിമൂല എവിടാന്നറിയോ? അറിഞ്ഞൂടാ സാർ. കുറച്ച് കട്ട കിട്ടു. ശാലയും മൊത്തമായി കട്ട കിട്ടി. ഇനി വിറവ് വേണം.
ഇമ്മാരി ഏറ്റത്തൊക്കെ പിടിച്ചു കെട്ടണമെങ്കിലേ ചെറിയ തീയൊന്നും പോരാ, നല്ല ആളി കത്തണം. ഇത് നമ്മുടെ വിക്ടർ സാറിനുള്ളതാ. ആള് പാവൊക്കെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൊടുത്ത് പുള്ളിയെ സമാധാനത്തോട് പറഞ്ഞേക്കാം. മൂപ്പർക്ക് ചന്ദ്രനിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ സ്വർഗത്തിൽ പോട്ടെ, ബാക്കിയുള്ളത് അവന്മാരുടെ കുണ്ടിക്കും കയറ്റാം. വാൽത്താരം മിന്നും മിഴികളിൽ ഏതേതോ തീരാ കൗതുകം, ഓരോരോ യാമം കഴിയവേ അജ്ഞാതം ഇന്നൻ ഗൃഹനില അക്ഷാംശമോ രേഖാംശമോ നിന്നോക്കിനാൽ തെറ്റുന്നിതാ. ഈ ഹോമം കുറച്ച് ഡാർക്കാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആ അന്യഗ്രഹ സ്ഥാനത്തെ നമ്മൾ ANTI-MP ടാഗ് ഇട്ട് ബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും. അതിനുശേഷം ഈ ഹോമത്തിന്റെ മന്ത്രോദ്ധാരണം അതിന്റെ ഉച്ചസ്ഥായിൽ മുഴങ്ങുമ്പോൾ വിഭൂതികൾ വരും. നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ, നീ ഓടി തള്ളിക്കോ, ഞാൻ സേഫാ. பிழை பெருப்பனும் பிழை கிட்டவிட்ட வந்தால வைபம் பிழை അയാളുടെ നോട്ടം കണ്ടിട്ട് ഞാൻ പേടിച്ചുപോയി. പക്ഷെ അടുത്ത 10 സെക്കൻഡിൽ മനസ്സിലായി അത് വെറും പട്ടി ഷോ ആയിരുന്നു. പ്രവിഭൂ
അതോടെ പോയി. ഇതുകൊണ്ടൊന്നും തീർന്നില്ലടാ. വേണ്ട, പോറ്റി ഹോമം ചെയ്തിട്ടുണ്ട്. പണി തീരും നിന്റെ. പോറ്റി ഹോമം തീർത്ത് പടി. വിഭൂതി ഇപ്പൊ വരുവടാ. എന്താണ്ടോ വിഭൂതി വരും. തീർന്നടാ. തീരോടാ നീ തീർന്നു. നീയും മറ്റവന്മാരെല്ലാം. രാത്രി കാലങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടിരുന്നത് അന്യഗ്രഹ ജീവികളല്ല. ഇവന്മാർ വിഭൂതികളെന്ന് വിളിക്കുന്നതും മറ്റാരെയുമല്ല. എത്രയും പെട്ടെന്ന് ലൊക്കേഷനിൽ എത്തിച്ചേരുക. പോലീസിന് വേണ്ട സഹായം ചെയ്യുക. ഭീകര നിഷ്കരണം നേരിടാൻ മടിക്കരുത്. ശ്രദ്ധിക്കുക, നിങ്ങളെ തിരിച്ചറിയാൻ ഇടവരരുത്. ജയ് അജയ് സേന. ഡോക്യുമെന്ററി എടുക്കാതെ വീട്ടിൽ പോടാ. നിൽക്കാം ഫുൾ സിനിമാറ്റിക് ആയി. അപ്പൊ നേരത്തെ അറിയാറുന്നില്ലേ? അന്ന് രാത്രി അതിനുശേഷം അജയസേനയുടെ അണികള് ഞങ്ങളുടെ ബങ്കറിൽ കയറി നിരങ്ങി. പക്ഷെ ഒറ്റ ഒരുത്തിനും വന്നതുപോലെ തിരിച്ചു പോയില്ല. മിത്താണോ മുത്താണോ ചിന്നാണോ എന്താണോ
പോകുന്നതിൻ്റെ ഇടയിൽ ജോമോൻറ്റി ജോണിനെ പോലെ ഇരിക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തി ഞാൻ ചോദിച്ചു അവളെ കണ്ടോന്ന്. അപ്പോൾ അവൻ പറയുക ഞങ്ങളെ തല്ലി ബോറടിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു അവൾ മേളിൽ മാറി നിന്ന് ഡാൻസ് കളിക്കുക. ഓ, ഇവളുടെ കൂടെ വേണ്ടേ ഞാൻ എൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ? നാളെ ഗാർഹിക പീഡനത്തിൽ വല്ല കുക്കറും പൊട്ടിത്തെറിച്ച് ഞാൻ മരിച്ച പിന്നെ എൻ്റെ പേരപ്പൻ ആരുണ്ട്? വയലന്റ് ക്രീച്ചേഴ്സുമായുള്ള സഹവാസം എനിക്ക് ശരിയാവില്ല. മഞ്ഞ വസ്ത്രത്തിൽ നീ വാങ്ങിക്കുവോ എതിർക്കാ? എന്തോടാ ഇത്? യുദ്ധഭൂമിയും ഇവിടെ ആകെ പുകയും പടലും ഒക്കെ ആണല്ലോ. വിഷു ആയിരുന്നു. അലൻ എവിടെ? സർ, ഞമ്മ രണ്ടും തീർന്നു. ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാ. വിക്ടറിനെ കൊണ്ട് പടം വരപ്പിക്കാൻ നടക്കും. വെൽ ഡൺ മൈ ബോയ്. ഞാൻ പഠിപ്പിച്ചു തന്ന മൂമെന്റ്സ് ഒന്നും നീ മറന്നില്ലല്ലോ. ഞാനല്ല, ഇവളാ. എന്നെ ഒന്ന് കൊണ്ടുവിടാമോ? ഇവക്ക് പോണെന്നാ പറയുന്നത്. എവിടെ? ഇവളുടെ പോർട്ടലിലോട്ട്. ഓഫ് കോഴ്സ്, വിട്ടുകളാ. ഈ ബാറ്ററി വണ്ടി പോയി കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ട്രാക്ക് ചെയ്യില്ലേ? അതിന് നമ്മളൊന്നും ഇതിൽ പോകുന്നില്ലല്ലോ. നീ പെട്രോൾ ഒഴിച്ചോടുന്ന വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഇല്ല സർ. Then you are in for a surprise, boy. സർ, നിങ്ങൾ നല്ലവരാ അതോ കെട്ടവരാ? അതെനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. Unidentified fossil fuel vehicle spotted at Restricted Island Bridge, pathway to substation 2/6. Vehicle registration belongs to veteran Major Victor Vasudevan. എൻ്റെ പേരപ്പനും അജയ് സേനയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളൊക്കെ തന്നെ. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പേരപ്പൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമില്ല. ഇന്ന് ഏലിയാമയെ കൊണ്ടുവിടാൻ മുൻകൈ എടുത്തതിൻ്റെ പേരിൽ പേരപ്പൻ്റെ ചന്ദ്രനിലേക്കുള്ള വിസ വരെ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല. വിക്ടർ സർ ഒരു കില്ലാടി തന്നെ. കിഴക്കൻ ദ്വീപസമൂഹങ്ങളിൽ എവിടെയോ ഉള്ള വാഗ്ദത്ത ഭൂമിയുടെ ഹരിത തീരങ്ങൾ തേടിയുള്ള മറ്റൊരു നീണ്ട യാത്രയുടെ ആരംഭം. ഒരു വർഷം അങ്ങനെ പോയി. പഴയ കേരളം പിന്നെ 2 മീറ്റർ വെള്ളത്തിനടിയില്ലേ. വിക്ടർ ആണെങ്കിൽ ചന്ദ്രനിലേക്ക് വിട്ടു.
ചന്ദ്രകാന്ത്. കുട്ടി ചന്ദ്രൻ എന്ന് പറയണോ? ഓ, മൈൻഡില്ല. വൈബാണെങ്കിൽ പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നില്ലെങ്കിൽ അത് ഉരുൾപൊട്ടയിൽ മരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിക്ടറിന്റെ ഗാർഡ്സിലുള്ള സമ്മർ പാലസിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. അലൻ ഇപ്പോഴും അവളെ വിട്ടിട്ടില്ല. അവൻ ഡെയിലി അവളുടെ പ്ലാനറ്റിലോട്ട് 2 മെസ്സേജ് വെച്ച് അയക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഡൗട്ട് അതല്ല, ഈ മെസ്സേജൊക്കെ അവിടെ എത്തുന്നുണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ് രാഘവ. ഗുഡ് മോർണിംഗ് അലൻ. നമുക്ക് എലിയാമ്മച്ചയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കിയാലോ? മിസ്റ്റർ പല്ലുകൊഴിഞ്ഞ കാമുകൻ, മാറ്റർ വരടാവേ. ഇതെൻ്റെ 557ാമത്തെ മെസ്സേജാ. താനവിടെ എത്തിയിട്ടൊരു മെസ്സേജൊക്കെ അയക്കുമെന്ന് വിചാരിച്ചു. തനിക്കവിടെ സുഖമാണോ? ഞാൻ എന്നും തൻ്റെ കാര്യം ഓർക്കാറുണ്ട്. എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ഞാൻ, യോസ് ട്രൂലി അലൻ, സൈനിങ് ഔട്ട്. Message sent to K218b orbiting the red dwarf K218. മധ്യാനിൽ ദൃഷ്ടിക്കെട്ട ദൂരത്തുണ്ടല്ലോ ഗന്ധർവലോകത്താരോ നേരം പോവാനായി ചുമ്മാരൂപം മാറ്റി പറന്നു ചെല്ലാൻ ചിറകു വേണ്ട മനസ്സിലോർന്നിരുന്നാൽ മതി നടന്നു പോകാൻ വഴികൾ വേണ്ട ഇരുളു മൂടാത്ത കണ്ണീട്ടു ഞാൻ അലൻ. താനിപ്പോ അങ്ങോട്ട് കയറിപ്പോയിട്ട് അരമണിക്കൂർ ആയിട്ടേ ഉള്ളെങ്കിലും വല്ലാത്തൊരു വിഷമം സഹിക്കാൻ പറ്റുന്നില്ലടോ എനിക്ക്. താനിനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ? എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോ എനിക്ക് റിപ്ലൈ അയക്കണേ. ഞാൻ ഇനി വൈകിട്ട് മെസ്സേജ് ചെയ്യാം. ശരി, ബൈ. അവൻ നിന്നെ വിട്ടിട്ട് പോകുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല കേട്ടോടി. രാഘവ, ഓപ്പൺ ദ ഡോർ. മർത്യാനിൻ ദൃഷ്ടിക്കെത്താ ദൂരത്തുണ്ടല്ലോ കോടിക്കൊല്ലം കാലം വാഴും കൂട്ടങ്ങൾ. ഗന്ധർവ ലോകത്തോരോ നേരം പോവാനായി ചുമ്മാ രൂപം മാറ്റി ചുറ്റും ജന്മങ്ങൾ. പറന്നു ചെല്ലാൻ ചിറകു വേണ്ട മനസ്സിലോർത്തൊന്നിരുന്നാൽ മതി നടന്നു പോവാൻ വഴികൾ വേണ്ട ഇരുളു മൂടാത്ത കണ്ണീട്ടുമീ ഗഗനചാരി 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 ഗഗനചാരി. You ain't never seen no beauty like this. You better stay aware, if you blink you might miss. Through the galaxies at the speed of sound. She's an angel of love, she's spacebound. Like Ewoks to E.T. Spock to Stitch. Yeah, you damn right there was a space-time glitch. She ain't no pixie, nor a fairy. She must be a Gaganachari. സംസാര തീരെ സഞ്ചാരശീലേ സാനന്ദഹാസം സമ്മോഹനം കല്യാണഭാവം കായും വിലോലം കേളി വിനോദം കലാപ്രിയം. ഗഗനചാരി 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 ഗഗനചാരി
ഭേദം മണ്ണില്ല വിണ്ണില്ല പിന്നെ Scares nothing but your race or class. A diva for show should deliver this ass. Beware if you're gonna try to make a pass. You might end up looking like a jackass. She's not of this moment, not of this world. Get too close, she can make your head swirl. Like I said before, no pixie, no fairy. She's just a gaga nachari. ചിത്തം തന്നെത്താൻ ചെന്നെത്താത്തിടത്തും നിതാരോ പുറപ്പെട്ടുവോ ഇങ്ങിയിടങ്ങും ഇടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിടുമോ ഓ ഓ കോടിക്കൊല്ലം കാലം വാഴും കൂട്ടങ്ങൾ ചുമ്മാ രൂപം മാറ്റി ചുറ്റും ജന്മങ്ങൾ പറന്നു ചെല്ലാൻ ചിറകു വേണ്ട മനസ്സിലോർത്തൊന്നിരുന്നാൽ മതി നടന്നു പോവാൻ വഴികൾ